ഹായ്, ഗുഡ് മോർണിംഗ്. നമ്മൾ ലാസ്റ്റ് പഠിച്ചതിന്റെ ബാക്കിയിലേക്ക് തുടങ്ങാം. ലാസ്റ്റ് പഠിച്ചത് മൈറ്റോകോൺട്രിയ എന്നല്ലേ. ഇത് നമുക്ക് പഠിക്കാനുള്ളത് മറ്റൊരു ഓർഗനിലാണ്. അതിനെ കുറിച്ച് പറയാം. പ്ലാസ്റ്റിക്സ്. പ്ലാസ്റ്റിക്സ് എന്നൊരു ഓർഗനിലുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ല. അത് വ്യത്യസ്ത തരം ഓർഗനലുകളുടെ ഒരു കളക്ഷനാണ് പ്ലാസ്റ്റിക്സ്. അപ്പൊ പ്ലാസ്റ്റിക്സിന്റെ മലയാളം എന്താ? നിങ്ങൾ മലയാളം മീഡിയത്തിൽ പറയാമോ? എന്താണ് മലയാളം മീഡിയം പഠിച്ചിട്ടുള്ളതിന്റെ പേര്? ഫസ്റ്റ് ജൈവകണം എന്നാണ്. ജൈവകണം എന്നാണ് പ്ലാസ്റ്റിക്സ്. എന്താണ് ഡെഫിനിഷൻ? ക്ലോറോപ്ലാസ്റ്റ് എന്നാണ് നിങ്ങൾ പറയുന്നത് ഗ്രീൻ കളേർഡ് ഓർഗനൽ. പക്ഷെ പ്ലാസ്റ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ ഗ്രൂപ്പ് ഓഫ് ഓർഗൻ ദാറ്റ് ഇസ് ഫൗണ്ട് ഓൺലി ഇൻ പ്ലാന്റ് സെൽ. പ്ലാന്റ് സെല്ലിൽ മാത്രമുള്ള ഒരു പ്രത്യേകതര ഓർഗനെ വിളിക്കുന്നവരാണ് പ്ലാസ്റ്റിക്സ്. സോ പ്ലാസ്റ്റിക്സ് ആർ സ്പെഷ്യൽ ടൈപ്പ് ഓർഗൻ ഫൗണ്ട് ഓൺലി ഇൻ പ്ലാന്റ് സെൽ ആൻഡ് യൂഗ്ലിനോയിഡ്സ്. യൂഗ്ലിനോയിഡിലും ഉണ്ട്. യൂഗ്ലിന എന്ന് പറയുന്നത് ശരിക്കും പ്ലാന്റ് അല്ല, അത് കിങ്ഡം പ്രോട്ടിസ്റ്റിൽ കിടക്കുന്ന സാധനം അല്ലേ. പക്ഷെ അതിനകത്ത് പിന്നെ നിങ്ങൾക്ക് ബ്ലൂ ഗ്രീൻ ആഗ്രഹമുണ്ടോ? ഇല്ല. കാരണം അത് പറയാൻ പറ്റില്ല. കാരണം ബ്ലൂ ഗ്രീൻ ആകെ ബ്രോക്കായിട്ടാണ്. മാത്രമല്ല അതിനകത്ത് മെംബ്രെയിൻ കൊണ്ട് ഓർഗൻസ് വരത്തുമില്ല. അതുകൊണ്ട് പ്ലാസ്റ്റിക്സ് ബ്ലൂ ഗ്രീൻ ആകുക എന്ന് പറയുന്നത് ബ്രോക്കായിട്ട് വരത്തില്ല. അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാൻ എന്താണ് പ്ലാസ്റ്റിക് ഓർഗൻ ഫൗണ്ട് ഓൺലി ഇൻ പ്ലാന്റ്സ് ആൻഡ് യൂഗ്ലിനോയിഡ്സ്. അത്രേ ഉള്ളൂ. അപ്പൊ ഇനി എന്താ ഇതിന്റെ പേര്? കാരണം ദേ ബെയർ സ്പെസിഫിക് പിഗ്മെന്റ്സ്. സോ ദേ ഹാവ് കളേഴ്സ്. ദേ ഹാവ് സ്പെസിഫിക് പിഗ്മെന്റ്. പ്രത്യേക പിഗ്മെന്റ് അവയ്ക്കുണ്ട്. അതുകൊണ്ട് തന്നെ അവയ്ക്ക് കളറും ഉണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് സ്പെസിഫിക് പിഗ്മെന്റും അതനുസരിച്ച് കളറേഷൻ. അപ്പൊ പ്ലാസ്റ്റിക്സ് ആർ ത്രീ ടൈപ്പ് ഓഫ് പ്ലാസ്റ്റിക്സ് ആണ്. ത്രീ ടൈപ്പ് ഓഫ് പ്ലാസ്റ്റിക്സ് ഏതൊക്കെ നോക്കാം. ഒന്ന് ക്ലോറോപ്ലാസ്റ്റ്, രണ്ട് ക്രോമോപ്ലാസ്റ്റ്, മൂന്ന് ല്യൂക്കോപ്ലാസ്റ്റ്. ഇങ്ങനെ മൂന്നുതരം പ്ലാസ്റ്റ് ഉണ്ട്. ക്ലോറോപ്ലാസ്റ്റ്, ക്രോമോപ്ലാസ്റ്റ്, ല്യൂക്കോപ്ലാസ്റ്റ്. അതെങ്ങനെ തിരിച്ചറിയാം? എന്താണ് ക്ലോറോപ്ലാസ്റ്റ്? ഗ്രീൻ കളർ. ഗ്രീൻ കളേർഡ്. ഇതാണെങ്കിൽ കളേർഡ് അതർ ദാൻ ഗ്രീൻ. ഗ്രീൻ അല്ലാതെ ഇത് അപ്പൊ കളർലെസ് ആണ്. അപ്പൊ നമ്മള് പ്ലാസ്റ്റിക്കുകളെ വെവ്വേറെ തരംതിരിക്കുന്നത് ത്രീ ടൈപ്പ് ഓഫ് പ്ലാസ്റ്റിക്സ്. ഒന്ന് ക്രോമോപ്ലാസ്റ്റ്, ഗ്രീൻ കളേർഡ് പ്ലാസ്റ്റിക്സ് are called ക്ലോറോപ്ലാസ്റ്റ്. കളേർഡ് അതർ ദാൻ ഗ്രീൻ. അപ്പൊ നമ്മൾ ചെടിക്ക് കളർ അതർ ദാൻ ഗ്രീൻ ഉണ്ടോ? ഉണ്ടല്ലോ. ചുവന്ന ചീരയ്ക്ക് ചുവപ്പ് നിറമല്ലേ? അതുപോലെ പൂക്കൾക്ക് നിറം വ്യത്യാസമല്ലേ? പഴങ്ങൾക്ക് വ്യത്യാസമല്ലേ? ഇതെല്ലാം തന്നെ കളേർഡ് പ്ലാസ്റ്റിക്കുകൾ ഉണ്ടാകുന്നത്. അപ്പൊ കളർ ലെസ് ആയിട്ടുള്ളതുണ്ട്. അപ്പൊ നിങ്ങൾ അതോടെ ഉണ്ട് ഉണ്ടല്ലോ. നിങ്ങൾ മരിച്ച് രണ്ടായിട്ട് മുറിച്ച് നോക്കും, കളർലെസ് അല്ലേ? വേരുകൾക്ക് നിറമുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ അങ്ങനെയുള്ള ഭാഗങ്ങളും ഉണ്ട് ഈ ഇത്തരം പ്ലാസ്റ്റിക്കുകൾ. ഓക്കെ. ഇനി ഇവയ്ക്ക് നിറം കൊടുക്കുന്ന പിഗ്മെന്റ് എന്താ നോക്കൂ. ക്ലോറോപ്ലാസ്റ്റ് ഗ്രീൻ കളർ കൊടുക്കുന്ന പിഗ്മെന്റ് ക്ലോറോഫിലാണ്. ഇത് കൂടാതെ അതിനകത്ത് കരോട്ടിനോയിഡും കാണും. കരോട്ടിനോയിഡ് തന്നെ രണ്ടു തരത്തിലുണ്ട്. സാന്തോഫിലും കരോട്ടീൻ. സാന്തോഫിൽ കരോട്ടീൻ എന്ന പേരുണ്ട്. അപ്പൊ ഇവിടെ പറയുന്നു ക്ലോറോപ്ലാസ്റ്റ് ഗ്രീൻ കളേർഡ് ആണ്. അതിൽ നിറം കൊടുക്കുന്ന പിഗ്മെന്റിന്റെ പേരാണ് പിഗ്മെന്റ്. എന്താണ് പിഗ്മെന്റ്? ഒന്ന് ക്ലോറോഫിൽ, മറ്റൊന്ന് കരോട്ടിനോയിഡ്. ക്ലോറോഫിൽ നിറം നന്നായിട്ട് അറിയാൻ എന്താണ്? ഗ്രീനാണ് അല്ലെ. അത് കൂടാതെ കരോട്ടിനോയിഡ് എന്നൊരു പിഗ്മെന്റ് കൂടെ കാണും. ഈ കരോട്ടിനോയിഡ് എന്ന് പറയുന്ന ഒരു കളക്ഷൻ ഓഫ് പിഗ്മെന്റ് ആണ്. അത് രണ്ടു തരത്തിലുള്ളതാണ്, സാന്തോഫിലും കരോട്ടിയും. ഈ സാന്തോഫിൽ എന്ന് പറയുന്നത് എന്താണ്? അതിന്റെ ഗ്രീൻ കളറാണ്. കാരോട്ടിനോയിഡ് എന്ന് പറയുന്ന രണ്ട് പിഗ്മെന്റ് ഉണ്ട്. സാന്തോഫിലും കരോട്ടീനും ഉണ്ട്. അതിൽ സാന്തോഫിന്റെ നിറം യെല്ലോ ആണ്. കരോട്ടിന്റെ നിറം ഓറഞ്ച് അല്ലെങ്കിൽ കാരറ്റ് നിറം. കാരറ്റ് നിറം ഓറഞ്ച് നിറമല്ലേ? മത്തങ്ങയൊക്കെ പഴുത്താൽ ഓറഞ്ച് നിറമല്ലേ? അപ്പൊ അതിനാണ് കരോട്ട്. അപ്പൊ നിങ്ങൾ വിചാരിക്കും അപ്പൊ പിന്നെ ഗ്രീൻ കളർ എങ്ങനെയാണ്? ഗ്രീൻ കളറാണ് കൂടുതൽ. മറ്റു കളർ തിരിച്ചേ ഉള്ളൂ അല്ലേ? നമ്മുടെ സ്കൂൾ അസംബ്ലിയിൽ എല്ലാ കുട്ടികളും യൂണിഫോം ഇട്ടുകൊണ്ടിരിക്കുകയാണ്. മഞ്ഞ യൂണിഫോമാണ്. ഇടയ്ക്ക് ഒരാൾ പച്ച യൂണിഫോം ഇല്ലാതെ നിൽക്കുവാണെങ്കിലും ആകാശത്ത് നോക്കി കഴിഞ്ഞാൽ എല്ലാവരും മഞ്ഞായിട്ടല്ലേ തോന്നും. ഇത് തന്നെയാണ് ചെടിയിലും മറ്റു നിറങ്ങളിൽ ചെറിയ ചെറിയ അളവിലുണ്ടെങ്കിൽ പോലും ഏറ്റവും കൂടുതലാണ് ഗ്രീൻ കളറാണ്. അതുകൊണ്ട് ചെടിക്ക് പച്ച നിറമായിരിക്കും ആ ഭാഗത്തുള്ളത്. മനസ്സിലായല്ലോ? അപ്പൊ അതാണ്. അപ്പോ ക്ലോറോപ്ലാസ്റ്റ് ഗ്രീൻ കളേർഡ് പ്ലാസ്റ്റിക്സ് ആക്കാണ് ക്ലോറോപ്ലാസ്റ്റ്. അതിന് നിറം കൊടുത്ത പിഗ്മെന്റ് ആണ് ക്ലോറോഫിലും. അതുപോലെ കരോട്ടിനോയിഡും. ക്ലോറോഫിന്റെ നിറം പച്ചയാണ്, ഗ്രീനാണ്. കരോട്ടിനോയിഡ് രണ്ടു തരത്തിലുണ്ട്. അത് രണ്ടു തരം പിഗ്മെന്റുകൾ ചേർന്നാണ് കരോട്ടിനോയിഡ് ഉണ്ടാവുന്നത്. സാന്തോഫിലും കരോട്ടീനും. അതിൽ സാന്തോഫിന്റെ നിറം യെല്ലോ ആണ്, കരോട്ടീന്റെ നിറം ഓറഞ്ച് അല്ലെങ്കിൽ കാരറ്റ് നിറം. അപ്പൊ നിങ്ങൾ ചോദിക്കുന്നു എന്തുകൊണ്ടാണ് അങ്ങനെയാണെങ്കിൽ ഇത് ഗ്രീൻ കളറായിട്ട് മാത്രം കാണപ്പെടുന്നത്?
അതായത് ക്ലോറോഫിലാണ് ഏറ്റവും കൂടുതൽ കരോട്ടിനോയിഡ് അല്പം മാത്രമേ കാണത്തുള്ളൂ. എടുത്തു പറയാൻ വേണ്ടി പോലും കാണത്തില്ല. ഓക്കെ, അതിന്റെ ഫംഗ്ഷൻ എന്താ പിന്നെ പറയാം. ഇനി ക്രോമോപ്ലാസ്റ്റ്, CHROMOPLAST, ക്രോമോപ്ലാസ്റ്റ് നിറം എന്താണ്? കളേർഡ് അതർ ദാൻ ഗ്രീൻ. അപ്പൊ ഇതോടെ കൂടുതൽ കാണപ്പെടുന്ന പൂക്കളിനകത്ത്, പഴങ്ങളിനകത്ത്, ചില ഇലകൾക്കൊക്കെ നിറമുള്ള ഇലകളുണ്ട് അല്ലെ. ചെടിയിൽ എവിടെയൊക്കെ നിറമുണ്ടോ, പച്ചനിറം ഇല്ലാതെ ഉള്ള നിറം എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ ഇയാളായിരിക്കും കൂടെ കാണപ്പെടുന്നത് ക്രോമോപ്ലാസ്റ്റ് ആയിരിക്കും. അതിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന പിഗ്മെന്റ് എന്താണ്? അത് കരോട്ടിനോയിഡ് തന്നെയാണ്. അതിനകത്ത് എന്തുകൊണ്ട്? സാന്തോഫിലും കരോട്ടിനുണ്ട്. നിറം എന്താണ്? യെല്ലോയും ഓറഞ്ചും ഒക്കെ തന്നെ, അതിൽ വ്യത്യാസമൊന്നുമില്ല. അപ്പൊ ഇതെന്താണ് ഇവിടെ ഇത്ര ഭാഗത്ത് മാത്രമേ കാണൂ. ചെമ്പരത്തിയുടെ ഒരു ദളമെടുപ്പ് പൂവിട്ട് ചുവപ്പ് നിറമല്ലേ. അപ്പൊ അതിനകത്ത് എന്തായിരിക്കും? ഈ കരോട്ടിനോയിഡിന്റെ സാന്തോഫിലും കരോട്ടിനുമിന്റെ ആ ഒരു കളർ പിഗ്മെന്റിന്റെ വേരിയേഷൻ കൊണ്ടാണ് ചുവപ്പ് ഉണ്ടാകുന്നത്. ഈ 2-3 നിറങ്ങൾ ചേർത്താണ് അവ മിക്സ് ചെയ്താണ് കളർ. നിങ്ങൾക്കറിയാം, അടിസ്ഥാന നിറങ്ങൾ 3 എണ്ണമല്ലേ. അതിന്റെ മിക്സിംഗ് കൊണ്ടല്ലേ മറ്റെല്ലാ നിറങ്ങളും ഉണ്ടാക്കുന്നത്. അതിന്റെ ചെടി അടിസ്ഥാന നിറം ഈ നിറങ്ങൾ വെച്ചിട്ടാണ് മിക്സ് ചെയ്താണ് മറ്റു നിറങ്ങൾ ഉണ്ടാക്കുന്നത്. ഗ്രീനും അതുപോലെ സാന്തോഫിലും കരോട്ടിനും ഒക്കെ വ്യത്യസ്ത അളവിൽ ചേർത്താണ് ചെടികൾ വ്യത്യസ്ത നിറങ്ങൾ ഉണ്ടാക്കുന്നത്. മനസ്സിലായില്ലേ? അതാണ് സാധനം. അപ്പൊ നിങ്ങൾ എന്ത് വലിയ ഫംഗ്ഷൻ? ഈ 2 പിഗ്മെന്റിന്റെ പ്രധാന ഫംഗ്ഷൻ, ദീസ് 2 പിഗ്മെന്റ്സ് ആർ ഹെൽപ്പിംഗ് ഫോർ trapping sunlight for photosynthesis. ഇതാണ് ശരിക്കും ഇവിടെ ജോലി. ഈ ക്ലോറോപ്ലാസ്റ്റ് ആണെങ്കിൽ, ക്ലോറോഫിലാണെങ്കിലും കരോട്ടിനാണെങ്കിലും വ്യത്യസ്ത നിറം കൊടുക്കുന്നെങ്കിലും ചെടിക്ക് നിറം കൊടുക്കുക എന്നുള്ളതല്ല അവരുടെ ജോലി. പൂക്കൾക്ക് നിറം കൊടുക്കുന്ന ഒരു പ്രത്യേക കാരണമുണ്ട്. പൂക്കൾക്ക് നിറം കൊടുക്കുന്നത് കീടങ്ങളെ അട്രാക്ട് ചെയ്യണം. ചെടിക്ക് ഇലക്കൊക്കെ പച്ചനിറം എന്ന് പറയുന്നതിന് വേറെ കാരണങ്ങളുള്ളത്. എന്തുകൊണ്ടോ അവയ്ക്ക് പച്ചനിറം ആയിപ്പോയതാണ്. കാരണം ക്ലോറോപ്ലാസ്റ്റും അല്ലെ ക്ലോറോഫിലും അതിലെ സാന്തോഫിലും ഉണ്ട്. പക്ഷെ അവരുടെ ജോലി ചെടികൾക്ക് നിറം കൊടുക്കുക എന്നുള്ളതല്ല. പകരം സൂര്യപ്രകാശത്തിന്റെ വ്യത്യസ്ത വേവ് ലെങ്തുകളെ അട്രാക്ട് ചെയ്യുക എന്നുള്ളത്. അതുകൊണ്ടാണ് പിഗ്മെന്റ് എന്ന് വിളിക്കുന്നത്. സോ ദീസ് ആർ പിഗ്മെന്റ്സ് വിച്ച് അട്രാക്ട് സോളാർ ലൈറ്റ് ഓഫ് ഡിഫറെന്റ് വേവ് ലെങ്ത്. അതൊക്കെ നമ്മൾ ഫോട്ടോസിന്തസിസ് ചാപ്റ്റർ പഠിക്കും. ഇവിടെ മനസ്സിലാക്കുക, വാട്ട്സ് ദ ഫംഗ്ഷൻ ഓഫ് ദ പിഗ്മെന്റ്? ദേ ആർ ഹെൽപ്പിംഗ് ടു അട്രാക്ട് സോളാർ ലൈറ്റ് ഫോർ ഫോട്ടോസിന്തസിസ്. അത് പുസ്തകത്തിൽ പറയുന്നുണ്ട്. സ്പെസിഫിക് പിഗ്മെന്റ് സോ ഹാവ് ടു അട്രാക്ട് ക്ലോറോഫിൽ, അട്രാക്ട് സോളാർ ലൈറ്റ് ഫോർ photosynthesis. They are needed for trapping light energy essential for photosynthesis എന്നാണ്. സൂര്യപ്രകാശത്തിൽ നിന്ന് ആവശ്യമുള്ള റേഡിയേഷൻ വലിച്ചെടുത്ത് ഫോട്ടോസിന്തസിന് കൊടുക്കുക എന്നുള്ളതാണ് ഈ പിഗ്മെന്റിന്റെ ജോലി. ഇപ്പൊ ഏതൊക്കെയാണ് പിഗ്മെന്റ്? ക്ലോറോഫിൽ, കരോട്ടിനോയിഡ്. ക്ലോറോഫിലും കരോട്ടിനോയിഡും ഒന്നിച്ച് കാണപ്പെടുന്നത് എവിടെയാണ്? ക്ലോറോപ്ലാസ്റ്റിലാണ്. അതിൽ ആരാണ് കൂടുതൽ? ക്ലോറോഫിലാണ്. കരോട്ടിനോയിഡ് കുറച്ചേ ഉള്ളൂ. ഇനി ക്രോമോപ്ലാസ്റ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിൽ കൂടുതലും മൊത്തം എന്ത് തന്നെയാണ് ഉള്ളത്? കരോട്ടിനോയിഡ് തന്നെയാണ്. 2 തരം കരോട്ടിനോയിഡ് ഏതൊക്കെ? എന്താണ്? സാന്തോഫിലും കരോട്ടിനുമാണ്. സാന്തോഫിന്റെ നിറം എന്താണ്? സാന്തോഫിന്റെ നിറം എല്ലാം. കരോട്ടിന്റെ നിറം ഓറഞ്ച് അല്ലെങ്കിൽ ക്യാരറ്റിന്റെ നിറമാണ്. ഇത് മനസ്സിലായല്ലോ? അപ്പം ഓക്കെ, ഇവിടെ കളർലെസ് ആണല്ലോ. ഓക്കെ, കളർലെസ് ആയിട്ടുള്ള ഈ ല്യൂക്കോപ്ലാസ്റ്റിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് സ്റ്റോറേജ് ഓഫ് ഫുഡ് ആണ്. സ്റ്റോറേജ് ആണ്, അല്ലാതെ ഫോട്ടോസിന്തസിന് ഒരു പണിയൊന്നുമില്ല. അന്ന് കുറെ വേരല്ലേ, മണ്ണിനടിയിൽ ഇരിക്കുന്നത് അല്ലേ, അത് ഫോട്ടോസിന്തസിന് യാതൊരു പങ്കുമില്ല. അത് എക്സ്പോസ്ഡ് അല്ല. അതുകൊണ്ടായ പ്രധാന വഴി സ്റ്റോറേജ് ആണ്. അങ്ങനെ സ്റ്റോർ ചെയ്യുന്ന ഇങ്ങനെയുള്ള ഈ ല്യൂക്കോപ്ലാസ്റ്റ് 3 തരത്തിലുണ്ട്. There are 3 types of leucoplast. ഒന്ന് അമൈലോപ്ലാസ്റ്റ്, സ്റ്റോറിംഗ് കാർബോഹൈഡ്രേറ്റ് അല്ലെങ്കിൽ സ്റ്റാർച്ച്. ഇനി ഇലയോപ്ലാസ്റ്റ്, അതുപോലെ അലിറോപ്ലാസ്റ്റ്, സ്റ്റോറിംഗ് പ്രോട്ടീൻ. അടുത്ത ഇലയോപ്ലാസ്റ്റ്, സ്റ്റോറിംഗ് ഫാറ്റ് പ്ലസ് ഓയിൽ. ഫാറ്റും ഓയിൽ സ്റ്റോർ ചെയ്യുക, അതാണ് അവരുടെ ജോലി. സ്റ്റോർ ഫാറ്റ് ആൻഡ് ഓയിൽ, ല്യൂക്കോപ്ലാസ്റ്റ്. സ്റ്റോറിംഗ് ഫാറ്റ് ആൻഡ് ഓയിൽ. അപ്പൊ നിങ്ങൾക്ക് ഈ ചാർട്ട് പോലെ പഠിക്കണം. നിങ്ങൾ പരീക്ഷയ്ക്ക് ചോദിക്കും, ഇങ്ങനെ കംപ്ലീറ്റ് ചാർട്ട് കൊടുത്തതിന് ഫീൽ ചെയ്യും. അതായത് വാട്ട് ആർ 3 types of leucoplast, amyloplast, aliroplast, ileoplast. അപ്പം അമൈലോപ്ലാസ്റ്റ് 2 കുത്ത് കാർബോഹൈഡ്രേറ്റ്, ഇലിയോപ്ലാസ്റ്റ് 2 കുത്ത് ഡാഷ്. ഇങ്ങനെ ചോദിക്കാം. അപ്പൊ നമുക്ക് അമൈലോപ്ലാസ്റ്റ് സ്റ്റോറിംഗ് സ്റ്റാർച്ച് അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ്. അപ്പൊ അരിസിയുടെ വേരിനകത്ത് കിഴങ്ങിനകത്ത് എന്താ കൂടുതലുള്ളത്? അമൈലോപ്ലാസ്റ്റ് ആണ്. ഇനി അലിറോപ്ലാസ്റ്റ് ഓഫ് പ്രോട്ടീൻ, പയറിനകത്ത് എന്തായി കാണപ്പെടുന്നത്?
പ്രോട്ടീൻ അല്ലേ? അപ്പൊ അതിനകത്ത് അലിറോബ്ലാസ്റ്റ് ഉണ്ട്. ഇനി പിന്നെ തേങ്ങ, ഉണക്ക തേങ്ങ, അതിനകത്ത് എന്താ ഉള്ളത് കൂടുതലും? ഇലിയോപ്ലാസ്റ്റ് ആണ്. ഫാറ്റ് ഓയിൽ ഇരിക്കുമല്ലേ, ഓയിൽ കിട്ടുന്ന എല്ലാത്തിനകത്ത് എന്തായിരിക്കുന്നത്? ഇലിയോപ്ലാസ്റ്റ് ആണ്. കടുകിനകത്ത് ഇലിയോപ്ലാസ്റ്റ് കൂടുതൽ, അതുകൊണ്ട് കടുക് എണ്ണ എടുക്കുന്നത് അല്ലേ? ഏത് വസ്തുക്കളാട്ടി എണ്ണയോ കൊഴുപ്പോ എടുക്കുന്നു അതിനകത്തെല്ലാം ആരെയും കൂടുതൽ ഇലിയോപ്ലാസ്റ്റ് ആയിരിക്കും. അപ്പൊ ഇങ്ങനെയാണ് ചോദ്യങ്ങൾ വരെ എൻട്രൻസിൽ ചോദിക്കാം. ട്രൈ കോക്കനട്ട് കണ്ടെയ്ൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് പ്ലാസ്റ്റിക്സ്, അല്ലെങ്കിൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് പ്ലാസ്റ്റിക്. അതിനകത്ത് ഓപ്ഷനകത്ത് ചിലപ്പം ല്യൂക്കോപ്ലാസ്റ്റും ഇലിയോപ്ലാസ്റ്റും കാണും. എന്നിട്ട് താഴെ A+B കൊടുത്ത് മനസ്സിലായില്ല, അങ്ങനെ ചോദ്യം വരും. അപ്പൊ ഇതുപോലെ വരച്ച് വെച്ച് പഠിക്കുക. ഓക്കെ, ഇനി നമുക്ക് ഇതിനകത്തൊന്നും ഇതിനെക്കുറിച്ചൊന്നും പഠിക്കേണ്ട, നമ്മൾ ഇതിനെക്കുറിച്ച് മാത്രമേ ക്ലോറോപ്ലാസ്റ്റിനെ കുറിച്ച് മാത്രമേ പഠിക്കൂ. ഓക്കെ, അയക്കാണ് വരച്ചോ. Chloroplast. Chloroplast. Definition പറ. It's a green colored pigment അല്ലെങ്കിൽ green colored plastic. അതെന്താ വാട്ടർ ക്ലോറോപ്ലാസ്റ്റ്? they are green colored plastics അല്ലേ? അപ്പം അതിനെക്കുറിച്ച് പറയുന്നത് അതിന്റെ ഷേപ്പ് ഒക്കെ വെച്ച് നമ്മൾ ആദ്യം പറയാൻ പോകുന്നത്. So they are lens-shaped structures found in the cytoplasm of plant cell. Plant cell ആണെങ്കിൽ നോക്കൂ, ഇതൊരു ഇല, ഇതിലെ ഒരു സെല്ലിനകത്തുള്ള വാക്യൂള് സൈറ്റോപ്ലാസം. സൈറ്റോപ്ലാസിൽ കാണപ്പെടുന്ന ചില ലെൻസ് ഷേപ്ഡ് സ്ട്രക്ചേഴ്സ് ആണ് സെല്ലിൽ ക്ലോറോപ്ലാസ്റ്റ്. വലുതായിട്ട് വരച്ചില്ല, ഇതിൽ വരച്ചില്ല, ഒന്നും വരച്ചില്ല, പിന്നെ വരയ്ക്കാം. So they are lens-shaped structures found in the cytoplasm of plant cell. പക്ഷെ എല്ലാ ക്ലോറോപ്ലാസ്റ്റും ഇങ്ങനെയല്ല. നമ്മൾ ആൽഗ പഠിച്ചിരുന്നു, ചിലത് ഡിസ്കോയ്ഡ് ആയിരിക്കും അല്ലെ, കോളർപ്പ, ചിലത് സ്പൈറലി അറേഞ്ച്ഡ് ആയിരിക്കും, ഏതാണ് സ്പൈറോഗേറ, ചിലത് കപ്പ് ഷേപ്പ് ആയിരിക്കും, ഏതാണ് ക്ലാംബുഡോമോണസ് അല്ലെ. ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ക്ലോറോപ്ലാസ്റ്റും ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഓർഗനിസം. പക്ഷേ ഇതെല്ലാം തന്നെ പ്ലാന്റ് ആണ്. ജനറലി വി ക്യാൻ സേ they are discrete structure. There may be different type of structures such as spiral shape in Spirogyra, discrete shape in Caulerpa, then girdle shape in Cycnema. ഇങ്ങനെ പഠിച്ചിട്ടില്ല, നമ്മൾ ഒരുപാട് പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ക്ലാമണോമോണസ് ആണെങ്കിൽ കപ്പ് ഷേപ്പ് ആയിരിക്കും, അങ്ങനെയൊക്കെയാണ്. അതൊക്കെ അപ്പോൾ പഠിക്കുന്ന വീണ്ടും പറയുന്നത് ടിപ്പിക്കലായിട്ട് പറയാം. ഇനി ഒരു പ്ലാന്റ് സെല്ലിൽ ധാരാളം കാണും. മാത്രമല്ല ഇപ്പൊ ഇലയുടെ ക്രോസ് സെക്ഷൻ നേരത്തെ പഠിച്ചായിരുന്നു, ഇലയുടെ ക്രോസ് സെക്ഷൻ പഠിച്ചായിരുന്നു. അതിനകത്ത് ഈ മുകളിൽ കാണപ്പെടുന്ന കോമ്പാക്ട് അറേഞ്ച് ആയിട്ടുള്ള പാലിസൈഡ് സെല്ല്, പാലിസൈഡ് മ്യൂസോഫിൽ, അത് ധാരാളം ക്ലോറോപ്ലാസ്റ്റ് കാണും. സ്വാഭാവികമാണല്ലോ, അവിടെ ധാരാളം ഫോട്ടോസ് നടക്കേണ്ടതല്ലേ. അപ്പൊ പാലിസൈഡ് മ്യൂസോഫിൽ ധാരാളം ക്ലോറോപ്ലാസ്റ്റ് ആണ്. എന്നാൽ ഒരു സെല്ലിൽ ഒരു ക്ലോറോപ്ലാസ്റ്റേ കാണത്തുള്ളൂ. ആരായിരിക്കും അത്? കാന്തമോണസ് ഒറ്റ ക്ലോറോപ്ലാസ്റ്റ് ഉള്ളത്, വലുതാണ്, കപ്പ് ഷേപ്പാണ്. അപ്പം നെയ്മ സെൽ വിച്ച് ഹാവ് ഓൺലി വൺ ക്ലോറോപ്ലാസ്റ്റ്, ക്ലാമഡോമോണസ്. നെയ്മ സെൽ വിച്ച് ഹാവ് സോ മെനി ക്ലോറോപ്ലാസ്റ്റ്, പാലിസൈഡ് മ്യൂസോഫിൽ ഓഫ് ലീഫ് അല്ലെ. പിന്നെ എവിടെയൊക്കെ പച്ചളം സെല്ലിനകത്തുണ്ടോ അവിടെ എല്ലാം എന്തുകൊണ്ടായിരിക്കും? ക്ലോറോപ്ലാസ്റ്റ് കാണും അല്ലെ. ഇവിടെയൊക്കെ പച്ചളം സെല്ലിനകത്തുണ്ടോ അവിടെ എല്ലാം ക്ലോറോപ്ലാസ്റ്റ് കാണും. എണ്ണം വ്യത്യാസപ്പെട്ടിരിക്കും, അതനുസരിച്ച് നിറവും ഭംഗിയിരിക്കും. ഓക്കെ, ഇനി ഇത് വലുതായിട്ട് വരയ്ക്കാം. ഡിസ്ക് ഷേപ്പാണ്, നീണ്ടില്ല. അപ്പൊ അതിന്റെ നീളം എത്രയൊക്കെ നോക്കാം. ഇതാണ് നീളം, ഏകദേശം 5 to 10 mm. ഇനി തിക്നെസ് ഏകദേശം 2 to 4 mm. ഇതൊക്കെ എന്തിനാ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ എൻട്രൻസിന്റെ പോയിന്റ് ആയതല്ല. 5 to 10 mm നീളം, ഒരു 2 to 4 mm ആണ് അതിന്റെ തിക്നെസ്. ഇത് നമ്മളതിനെ കീറി പഠിക്കാൻ പോകും. അകത്ത് എന്താണ് അറിയാതെ സംശയം. അപ്പൊ നമ്മൾ കീറുകയാണ്. ഒരു പുസ്തകത്തിൽ കീറിയത് ഇങ്ങനത്തെ ഒരു പടമാണ് എടുത്തിരിക്കുന്നത്. ഇങ്ങനെ കീറിയ പടം, ഇങ്ങനെയൊക്കെ ഒരു ഭാഗം കീറിയ ഇങ്ങനെയൊക്കെ ഒരു ചിത്രം എടുത്തിരിക്കുന്നു. 3 dimensional ഫിഗർ. നമ്മൾ അത് പഠിച്ചാൽ നമുക്ക് ബോധ്യപ്പെടത്തില്ല. അതുകൊണ്ട് നമ്മൾ അല്ലാതുള്ള ഒരു പടം, നമ്മൾ മൈറ്റോകോൺട്രിയ വരച്ച് പഠിച്ച പോലെ ഒരു പടമാണ് വരയ്ക്കുന്നത്. പക്ഷെ പുസ്തകത്തിലുള്ള പടങ്ങൾ വരച്ച് പഠിച്ചോ, ഇത് കീറുകയാണ്, അത്രേ ഉള്ളൂ. സിമ്പിൾ. ഡബിൾ മെംബ്രെയിൻ ബൗണ്ടാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് നമുക്ക് എന്ത് പേരിടാം? ദിസ് കാർഡ് ഔട്ടർ മെംബ്രെയിൻ, ദിസ് കാർഡ് ഇന്നർ മെംബ്രെയിൻ. നമുക്ക് എന്ത് വിളിക്കാം? ഇന്റർ മെംബ്രെയിൻ സ്പേസ്. അല്ലെങ്കിൽ പെരി
രണ്ട് മെമ്പറൈൻ ഇടയ്ക്കുള്ള സ്പേസ് ഇന്റർ മെമ്പറൈൻ സ്പേസ് എന്ന് വിളിക്കാം. വേണമെങ്കിൽ പെരി ക്ലോറോപ്ലാസ്റ്റിഡൽ സ്പേസ് അങ്ങനെ വിളിക്കാം. പെരി ക്ലോറോപ്ലാസ്റ്റിഡൽ സ്പേസ് അങ്ങനെ വിളിക്കാം. പെരി മൈറ്റോകോൺഡ്രിയൽ സ്പേസ് നമ്മൾ വിളിച്ചല്ലോ, അതിന് ഇന്റർ മൈറ്റോകോൺഡ്രിയൽ സ്പേസ് എന്ന് വിളിക്കാം. അതുപോലെ ഇറ്റ്സ് ആൾസോ കോൾഡ് ആസ് പെരി മൈറ്റോകോൺഡ്രിയൽ സ്പേസ്. ഇത് അടുത്തുള്ള വലിയ സ്പേസിന് ഇസ് കോൾഡ് സ്ട്രോമ. അപ്പം മൈറ്റോകോൺഡ്രിയയ്ക്ക് മാട്രിക്സ് ആണെങ്കിൽ ക്ലോറോപ്ലാസ്റ്റ് സ്ട്രോമയാണ്. മനസ്സിലായല്ലോ? ഇതൊരു കാര്യം നമുക്ക് മനസ്സിലായി. ക്ലോറോപ്ലാസ്റ്റും മൈറ്റോകോൺഡ്രിയ പറഞ്ഞ ഡബിൾ മെമ്പറൈൻ ബോണ്ടാണ്. രണ്ട് മെമ്പറൈൻ ഇടയ്ക്കുള്ള സ്പേസിനെ പെരി എന്നാണ് പറയുന്നത്. അവിടെയും പെരി ഇവിടെയും പെരി, അവിടെ ഇന്റർ ഇവിടെ ഇന്റർ അല്ലേ. ഇനി അകത്തുള്ള സ്പേസിനെ വിളിക്കുന്നത് ലാർജ് സ്പേസസ് കാൾഡ് സ്ട്രോമ. ഈ സ്ട്രോമയ്ക്കകത്ത് ധാരാളം ഡിസ്ക് ഷേപ്ഡ് സ്ട്രക്ചേഴ്സ് ആണ്, കോയിൻ ഷേപ്ഡ് സ്ട്രക്ചേഴ്സ്. സോ മെനി ഡിസ്ക് ഷേപ്ഡ് കോയിൻ ലൈക്ക് സ്ട്രക്ചേഴ്സ് ആർ സീൻ. ഇതിൽ ഒരെണ്ണത്തിന് വിളിക്കുകയാണ് ലാമെല്ല ഓർ തൈലക്കോയിഡ്. ഒരിടത്ത് വിളിക്കാണ് ലാമെല്ല ഓർ തൈലക്കോയിഡ്. ഇപ്പൊ കുറെ നാണയങ്ങൾ അടുക്കി വെച്ചിട്ട് ഒരു നാണയത്തെ വിളിക്കുന്ന പേരാണ് ഇതേ പേര്, ലാമെല്ല ഓർ തൈലക്കോയിഡ്. ഇതിന്റെ അടുക്കിനെ സ്റ്റാക്ക് ഓഫ് പൈൽ ഓഫ് ലാമെല്ല ഇസ് കാൾഡ് ഗ്രാന. ഒരെണ്ണത്തിനെ ഗ്രാനം എന്നും ഒന്നും കൂടുതൽ ഗ്രാനാണെന്ന് വരും. ഗ്രാന തന്നെ കുഴപ്പമൊന്നുമില്ല. വാട്ട് ഇസ് ഗ്രാന? ഇറ്റ്സ് എ പൈലർ സ്റ്റോക്ക് ഓഫ് ലാമെല്ല ഓർ തൈലക്കോയിഡ്. ഓക്കെ, വാട്ട് ഇസ് തൈലക്കോയിഡ്? ഇറ്റ്സ് എ ഡിസ്ക് ഷേപ്ഡ് സ്ട്രക്ചർ വിത്ത് വിച്ച് ഗ്രാന ഇസ് മേഡ് അപ്പ് ഓഫ്. അങ്ങനെ വിഷയം കൊടുക്കാം. ഇനി certain intergranal lamella or tubule like structures connecting between the grana. ഈ ഗ്രാനുകൾ തമ്മിൽ കണക്ട് ചെയ്യുന്ന കുറെ ട്യൂബുലാർ സ്ട്രക്ചേഴ്സ് കാണാം. It is called fret or stroma lamella. അഥവാ ഇന്റർഗ്രാനൽ ലാമെല്ല. മൂന്ന് പേര് രണ്ട് ഗ്രാനുകൾ കണക്ട് ചെയ്യുന്നു. അതുകൊണ്ട് വിളിക്കാണ് സ്ട്രോമയ്ക്കകത്ത്. ഇത് കിടക്കുന്ന സ്ട്രോമയ്ക്കകത്താണ്. സ്ട്രോമ എന്ന ഫ്ലൂയിഡിനകത്താണ് ഇത് കിടക്കുന്നത്. അത് നമുക്ക് അതിനകത്ത് വിളിക്കാം സ്ട്രോമ ലാമെല്ല എന്ന് വിളിക്കാം. പക്ഷെ അവരുടെ ജോലി രണ്ട് ഗ്രാനുകൾ കണക്ട് ചെയ്യുകയാണ്. അതുകൊണ്ട് ഈ സ്ട്രോമ ലാമെല്ല എന്ന് വിളിക്കാം, ഇന്റർഗ്രാനൽ ലാമെല്ല എന്ന് വിളിക്കാം, പിന്നെ ഒരു പേരൂടെ ഉണ്ട് ഫ്ലെറ്റ് എന്ന് വിളിക്കാം. സോ ദിസ് ഈസ് സ്ട്രക്ചർ ഓഫ് ക്ലോറോപ്ലാസ്റ്റ്. സിമ്പിൾ അല്ലേ? സ്ഥിരം പരീക്ഷ വരുന്നതാണ്. ഈ പടം ഇതുപോലെ വരുന്ന ഇതുപോലെ പടം വേർത്തൊന്നും പഠിക്കും, ഇതേ പടം വേർത്ത് പഠിക്കും. ആ പടമാണ് വരിക, അത് വേറെ ചാപ്റ്ററാണ്, പക്ഷെ ഇതുപോലെ തന്നെ ഇരിക്കും. പിന്നെ ഇപ്പൊ നമുക്ക് 3D പടം ഉണ്ടല്ലോ, അത് പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ളൂ. അതൊക്കെ വരച്ച് പഠിച്ചു. അപ്പോൾ കമ്മിങ് ടു ദ സ്ട്രക്ചർ ഓഫ് ക്ലോറോപ്ലാസ്റ്റ്, ഇറ്റ് ഇസ് എ ഡബിൾ മെംബ്രെയിൻ ബോണ്ട് സ്ട്രക്ചർ. It has two membrane, outer membrane and inner membrane. The space between the membranes is called intermembrane space or the chloroplastidal space. The large space inside the chloroplast is called stroma. Stroma contains so many disc-shaped structures called lamella or thylakoid. A pile of stalk, pile എന്ന് വെച്ചാൽ കൂട്ടം, അഥവാ stalk എന്ന് വെച്ചാൽ അടുക്ക് of lamella is called grana, and certain proteinaceous tubules seem to be connecting between grana is called stroma lamella or intergranal lamella or fret. സിമ്പിൾ അല്ലേ? ഇനി നമ്മൾ വേറെ ഒരു കാര്യത്തിലേക്ക് പോവാം. ഈ സ്ട്രോമയ്ക്കകത്ത് എന്തെല്ലാം ഉണ്ട്? നമ്മൾ മൈറ്റോകോൺഡ്രിയയുടെ മാട്രിക്സിൽ എന്തെല്ലാം ഉണ്ടോ അതേപോലുള്ള സംഭവം ഇതിനകത്തുണ്ട്. പക്ഷെ ഒരു കാര്യം, മൈറ്റോകോൺഡ്രിയയുടെ മാട്രിക്സിനകത്ത് റെസ്പിറേഷൻ ആണ് നടക്കുന്നത്, ഇവിടെ ഫോട്ടോസിന്തസിസ്. അതുകൊണ്ട് അവിടെയുള്ള റെസ്പിറേഷൻ എൻസൈം എന്തായിരിക്കും? റെസ്പിറേഷൻ സഹായിക്കുന്ന എൻസൈം ആയിരിക്കും. അവിടെ എൻസൈമോ ഫോട്ടോസിന്തസിനെ സഹായിക്കുന്ന എൻസൈം ആയിരിക്കും. മനസ്സിലായല്ലോ? അത് പഠിച്ചാൽ. അപ്പോൾ സ്ട്രോമയിൽ എന്തെല്ലാം ഉണ്ട് നമുക്ക് എഴുതാം. സ്ട്രോമ കണ്ടെയ്ൻസ് ഒന്ന് എൻസൈം ഫോർ ഫോട്ടോസിന്തസിസ്. അത് സ്വാഭാവികം, ആണ് അവിടെ ജോലി ഫോട്ടോസിന്തസിസ്. ഇനി സ്ട്രോമയ്ക്കകത്ത് 70th ടൈപ്പ് ഓഫ് റൈബോസോം ഉണ്ട്. 70th ടൈപ്പ് റൈബോസോം ഉണ്ട്. അതായത് പ്രോകാരിയോട്ട് റൈബോസോം. ആരെ പോലെ? മൈറ്റോകോൺഡ്രിയയെ പോലെ. അപ്പൊ സ്വാഭാവികമായിട്ടും റൈബോസോം ഉണ്ട്, പ്രോട്ടീൻ സിന്തസിസ് നടക്കുമല്ലോ. അപ്പൊ അതിനുള്ള എൻസൈം വേണ്ടി വരുമല്ലോ. അപ്പൊ അത് എന്താണ്? എൻസൈം ഫോർ പ്രോട്ടീൻ സിന്തസിസ്. ഇനി സിംഗിൾ സർക്കുലർ DNA ഉണ്ട്. സിംഗിൾ സർക്കുലർ ഡബിൾ സ്ട്രാൻഡ് DNA ആണ്. നമ്മുടെ ശരീരത്തിലുള്ള പോലെയുള്ള DNA ആണ്. ബാക്ടീരിയ കാണപ്പെടുന്ന പ്ലാസ്റ്റിഡ് പോലെയോ പ്ലാസ്മിഡ് പോലെയോ? പ്ലാസ്മിഡ് പോലെ. സിംഗിൾ സർക്കുലർ DNA ഉണ്ടെങ്കിൽ ഇയാൾ സ്വയം
കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കും. അപ്പൊ ആരായിരിക്കും അയാൾ? സെമി ഓട്ടോണമസ് ആയിരിക്കും. സോ ഇറ്റ് ഇസ് എ സെമി ഓട്ടോണമസ് സ്ട്രക്ചർ. സെമി ഓട്ടോണമസ് ആയിരിക്കും. സ്വാഭാവികമായിട്ട് ബാക്ടീരിയ പോലെ ഡിവൈഡ് ചെയ്യുകയും ചെയ്യും. എന്തായിരിക്കും? ബൈ ഫിഷൻ. സോ ഡിവൈഡിങ് ബൈ ഫിഷൻ. ഇതെല്ലാം ആരെ പോലെ തന്നെയാണ്? മൈറ്റോകോൺട്രിയ പോലെ തന്നെയാണ്. ഒരു വ്യത്യാസം എൻസൈം ഫോർ ഫോട്ടോസിന്തസിസ് ആണ് ഇവിടെ ഉള്ളത്. കാരണം കളഞ്ഞ ഒരു ഫോട്ടോസിന്തസിസ്. ഒരു കാര്യം ഉറപ്പായി, എന്താണ്? ഇതും പണ്ടെങ്ങോ പ്ലാന്റിന്റെ സെല്ലിനകത്ത് ഇടിച്ചു കയറി ഒരു സിംബയോട്ടിക് അസോസിയേഷൻ ലീഡ് ചെയ്യുന്ന സയാനോ ബാക്ടീരിയ ആണ് അല്ലെ? പരീക്ഷിക്കുന്ന ഏതുണ്ടാക്കുന്നത് അതിനാ മതി. ഈ തിയറി എൻഡോസിംബയോണ്ട് ഹൈപ്പോത്തസിസ് എന്ന് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ ഇതിനകത്തും പറയാം. ഇതും എൻഡോസിംബിയോണ്ട് ഹൈപ്പോത്തസിസ് ആണ്. ഇവല്യൂഷന്റെ ആദ്യഘട്ടത്തിൽ എൻഡോ പ്ലാന്റിനുള്ളിൽ കടന്നു കയറി ഒരു സിംബിയോസിസ് ആയിട്ട് ജീവിച്ചു വന്ന ബ്ലൂ ഗ്രീൻ ആകാണ്. അതുകൊണ്ടാണ് പ്രോക്കായിട്ടുള്ള എല്ലാ ഇതൊന്നും നിങ്ങൾക്ക് പുസ്തകത്തിലും കിട്ടത്തില്ല കേട്ടോ, വീണ്ടും പറയാം. ഇതെല്ലാം പ്രോക്കായിട്ടുള്ള എല്ലാ സ്വഭാവത്തിനകത്തുണ്ട്. എന്താണ്? എൻസൈം ഫോർ അല്ല 77 റൈബോസോം ഉണ്ട്, എൻസൈം ഫോർ പ്രോട്ടീൻ സിന്തസിസ് ഉണ്ട്, സിംഗിൾ സർക്കുലർ DNA ഉണ്ട്, അതുപോലെ ഡിവൈഡ് ബൈ ഫിഷൻ. ഹെൻസ് ദേ ആർ സെമി ഓട്ടോണമസ് ഇൻ നേച്ചർ. മനസ്സിലായില്ലേ? സോ ഇതെല്ലാം പ്രത്യേകത. ഇനി നമുക്ക് ഇനി ഫോട്ടോസിന്തറ്റിക് അപ്പാരറ്റസ് വിളിക്കാം. കാരണം ഇവിടെയാണ് എന്ത് കിടക്കുന്നത്? ഫോട്ടോസ് കിടക്കുന്നത് അല്ലെ? സോ ക്ലോറോപ്ലാസ്റ്റ് ഇസ് കാൾഡ് ഫോട്ടോസിന്തറ്റിക് അപ്പാരറ്റസ് ബിക്കോസ് ഇറ്റ്സ് എ സൈറ്റ് ഓഫ് ഫോട്ടോസിന്തസിസ്. മൈറ്റോകോൺട്രിയ ആണെങ്കിൽ സൈറ്റ് ഓഫ് റെസ്പിറേഷൻ. ഇവിടെ എന്താണ്? ഫോട്ടോസിന്തസിസ് നടക്കുന്നു. അതുകൊണ്ട് നമുക്കിന്നെ ഫോട്ടോസിന്തറ്റിക് അപ്പാരറ്റസ് എന്ന് വിളിക്കാം. ഇനി ക്ലോറോപ്ലാസ്റ്റിനകത്ത് ATP ഉണ്ടാവും. അത് നമ്മൾ ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ എന്നല്ല വിളിക്കുന്നത്, വേറെയാണ് ഫോട്ടോ ഫോസ്ഫോറിലേഷൻ. നമ്മൾ പക്ഷെ ഇപ്പൊ അത് പറയുന്നില്ല. കാരണം ഇതിന്റെ ജോലി എന്താണെന്ന് ഒരു ചാപ്റ്റർ വിളിച്ചിട്ട് പഠിക്കും. അതിപ്പോൾ പറയാം. അത് ഇത്രയും കൊണ്ട് നമുക്ക് അതിനെക്കുറിച്ച് നിർത്താം. ഓക്കെ, അത്രയും കുറിച്ച് ഇതിനകത്ത് പഠിക്കാനുള്ളൂ. ബാക്കിയുള്ളതെല്ലാം നമുക്ക് ഇതിനെക്കുറിച്ച് ഫോട്ടോസിന്തസിസിനെ കുറിച്ച് ചാപ്റ്ററിനകത്ത് പഠിക്കും. അപ്പൊ ഇത് വരച്ച് പഠിക്കുക, പുസ്തകത്തിൽ കാണിക്കുന്ന പടം വരയ്ക്കുക, ഈ നോട്ടെല്ലാം തയ്യാറായിരിക്കും. ഓക്കെ ഓക്കെ, അടുത്തല്ലേ കിടക്കും. അടുത്തത് റൈബോസ്. ഇതൊക്കെ വാങ്ങിക്കുകയാണേ. റൈബോസോം നിങ്ങൾ നേരത്തെ പഠിച്ചാണ് റൈബോസോമിനെ കുറിച്ച്. ആണ്, അത് പ്രോകാരിയോട്ട് റൈബോസോമാണ്. ഇത് യൂക്കാരിയോട്ടിക് റൈബോസോമാണ്. ഓക്കെ, ഇത് അതേ കാര്യം തന്നെ പഠിക്കുന്നത്, ചെറിയ വ്യത്യാസങ്ങൾ. ഇവിടെ യൂക്കാരി റൈബോസോം. അവരെ കുറിച്ച് പറയുമ്പോൾ റൈബോസോം ആരാണ്? ആദ്യമേ തന്നെ നോൺ മെംബ്രെയിൻ ബൗണ്ട് ഓർഗാനിസം അല്ല, നോൺ മെംബ്രെയിൻ ബൗണ്ടാണ്. ഇത് കണ്ടുപിടിച്ച ജോർജ് പരേഡ് എന്നൊരു സയൻറ്റിസ്റ്റാണ്. ഇവിടെയാണെന്ന് പറയാം. ബൈ ജോർജ് പരേഡ്, സയൻസ് കാർഡ് ജോർജ് പരേഡ്. ഇത് നോൺ മെംബ്രെയിൻ ബൗണ്ടാണ്. ഇത് സൈറ്റോപ്ലാസം ഗ്രാനുലാർ സ്ട്രക്ചേഴ്സ് ആണ്. ഗ്രാനുലാർ സ്ട്രക്ചേഴ്സ്, ഗ്രാനുലാർ ചെറിയ തരി പോലെ കാണപ്പെടും. വരയ്ക്കുന്ന കാര്യമില്ല. ഇപ്പം സെല്ല് വരയ്ക്കാണ് കുത്തൂത്തിട്ടാണ് ഞാൻ പറയുന്നത്. ഡിസ്കവർഡ് ബൈ ജോർജ് പരേഡ്. ഈ യൂക്കാരിയോട്ട് നമ്മൾ പഠിക്കുന്നത്. സോ ഇറ്റ് ഇസ് കാൾഡ് 80S ടൈപ്പ്. 80S ടൈപ്പ് ആണ്. രണ്ട് സബ്യൂണിറ്റ് ആണ്. അതൊക്കെയാണ് 60S 40S. അപ്പൊ ഇങ്ങനെ ഇത് 60S, ഇത് 40S, രണ്ടോട് ചേരുമ്പോൾ 80S. അതെന്തുകൊണ്ടാണെന്നൊക്കെ ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുള്ളതാണ്. വെവ്വേറെ സെഡിമെന്റേഷൻ പെർമിഷൻ കാണിക്കുന്നത്. ഇവിടെ എസ് എന്താണെന്ന് പറയുന്നത് സ്ട്രെഡ്ബർഗ് യൂണിറ്റ്. എസ് എന്ന് പറയുന്നത് സ്ട്രെഡ്ബർഗ് യൂണിറ്റ് ആണ്. 50 സെന്റിമീറ്റർ. CM എന്ന് വെച്ച് കഴിഞ്ഞാൽ സെന്റിമീറ്റർ ആണല്ലേ? അതാണ് സ്ട്രെഡ്ബർഗ് യൂണിറ്റ്. എസ് is represented for Swedberg unit. SVEDBERG Swedberg unit. S is for Swedberg unit. Swedberg എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു യൂണിറ്റ് ആണ്. അപ്പം 50 സെന്റിമീറ്റർ. CM എന്ന് പറയുന്നത് സെന്റിമീറ്റർ. അതുപോലെ സെന്റിമീറ്റർ എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു? ഫോർ ലെങ്ത്, നീളത്തെ. അതുപോലെ സ്വെഡ്ബർഗ് യൂണിറ്റ് എന്തിനാ റെപ്രസെന്റിംഗ്? സെഡിമെന്റേഷൻ കോഎഫിഷ്യന്റ്. 50 സെന്റിമീറ്റർ ഞാൻ പറയുന്നത്. അതുപോലെ CM എന്താണ്? ഞാൻ പറഞ്ഞു സെന്റിമീറ്റർ. ഓക്കെ, എന്തിനാ റെപ്രസെന്റ് ചെയ്യുന്നു? നീളത്തെ അല്ലേ? അതുപോലെയാണ് 80S. എസ് എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ സ്വെഡ്ബർഗ് യൂണിറ്റ് എന്ന അർത്ഥം. ഓക്കെ, എന്തിനാ റെപ്രസെന്റ് ചെയ്യുന്നത്? അത് സെഡിമെന്റേഷൻ കോഎഫിഷ്യന്റ് റെപ്രസെന്റ് ചെയ്യുന്നു. ഷോയിങ് ഇറ്റ്സ് ഡെൻസിറ്റി ആൻഡ് സൈസ്. അതെന്തുകൊണ്ട്? അത് മനസ്സിലായത് അല്ല, അത് ഞാൻ പണ്ട് ക്ലാസ് പറഞ്ഞിട്ടുള്ളതാണ്. ഇങ്ങനെയാണ്
ഇപ്പൊ ഒരു സെല്ല് പൊട്ടിച്ചു, ഞാൻ യൂക്കാരുടെ സെല്ല് പൊട്ടിച്ചു, എന്റെ ഒരു സെല്ല് എടുത്ത് പൊട്ടിച്ചു, അതിന്റെ സൈറ്റോപ്ലാസം മുഴുവൻ ഞാൻ എടുത്ത് ഒരു ഇതിനകത്ത് ഒഴിച്ചു. ഒരു സെല്ല് പൊട്ടിച്ചാലൊന്നും അറിയത്തില്ലല്ലോ, ഇപ്പൊ കുറെ സെല്ല് പൊട്ടിച്ചു ഒഴിച്ചു. അതിന് എളുപ്പം എന്ന് പറഞ്ഞാൽ പ്ലാന്റിന്റെ ഇല പിടിച്ച് നന്നായിട്ട് ഒരു പ്ലാന്റിന്റെ ഇല എടുത്ത് ഭയങ്കരമായിട്ട് ഇടിച്ച് പിടിച്ച് ജ്യൂസ് എടുക്കുക. സൈറ്റോപ്ലാസം അല്ലേ ആണ്. നിങ്ങൾ ഓറഞ്ച് പിഴിഞ്ഞ് ജ്യൂസ് കുടിക്കുമ്പോൾ നിങ്ങൾ കുടിക്കുന്നതാണ് സൈറ്റോപ്ലാസം. ഓറഞ്ച് എടുത്ത് പിഴിഞ്ഞ് അരിച്ചെടുത്ത് കുടിക്കുമ്പോൾ യു ആർ ഡ്രിങ്കിങ് ദ സൈറ്റോപ്ലാസം എല്ലാം വിത്ത് ന്യൂക്ലിയസ്. സെല്ലുകളെല്ലാം ഇറങ്ങി ഭാഗം എടുത്ത് വെളിയിലാണ് അല്ലേ. അപ്പൊ ഇങ്ങനെ എടുത്തിട്ട് ഞാൻ ഇതിനെ ഭംഗിയായിട്ട് സെന്റിഫിക്കേഷൻ നടത്താം. നിങ്ങൾക്ക് അറിയാനുള്ള സെന്റിഫിക്കേഷൻ നടത്തും, ഭംഗിയായിട്ട് കറക്കുക. ഇതിനകത്ത് ഇങ്ങനെ അടയാളപ്പെടുത്തിയിട്ടുണ്ടായി ഇവിടെ മുതൽ എന്താണ്, ഇവിടെ മുതൽ 100, 90, 80, 60, 40, 20 ഇങ്ങനെ അടയാളപ്പെടുത്തുന്നു. എന്നിട്ട് ഇങ്ങനെ സെന്റിഫിക്കേഷൻ അടിയാൻ വയ്ക്കും, സെഡിമെന്റ് ചെയ്യും. അപ്പൊ ഏറ്റവും ഭാരം കൂടിയതായിരിക്കും ഏറ്റവും അടിയിൽ അടിയുന്നു. ഏറ്റവും ഭാരം കൂടിയത് രണ്ടോട് ഒന്നിച്ചിരുന്നാൽ ഇവിടെ ഒന്നടി, 80 ഒന്നടി. കണ്ട ഇത് ഒന്നിച്ചിരിക്കുകയാണെങ്കിൽ ഇവിടെ ഒന്നടി. ഞാൻ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലോ വലുത് ഇവിടെ ഒന്നടി, ചെറുത് ഇവിടെ ഒന്നടി. വലുതറിയുന്ന 60-ലാണ്, ചെറുതറിയുന്ന 40, പക്ഷെ ഒന്നിച്ചിരിക്കുകയാണെങ്കിൽ 80 ഒന്നടി. അത്രയും ഒരു സംഭവം ഇത് ഞാൻ കണ്ട് പറഞ്ഞിട്ടുള്ളതാണ്. ഇതാണ് സെഡിമെന്റേഷൻ കോഎഫിഷ്യന്റ്. അപ്പോ S represent for Sudbury unit and it is representing sedimentation coefficient, denoting or showing its weight and size അല്ലെങ്കിൽ ഡെൻസിറ്റി ആൻഡ് സൈസ്. ഓക്കെ, ഇതെല്ലാം പുസ്തകങ്ങളെ കൊണ്ട് പഠിച്ചോണം. പിന്നെ ഇവിടെയും ഉള്ളത് ഒരു കാര്യമാണ്, ഈ റൈബോസോമിന്റെ പണി എന്താണെന്ന് അറിയാം. പ്രോട്ടീൻ സിന്തസ് ആണ്. പ്രോട്ടീൻ സിന്തസ് നടക്കുന്ന സമയത്ത് അത് RNA-ക്കകത്തോട്ട് mRNA-ക്കകത്തോട്ട് കയറിയിരിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ കയറിയിരിക്കുമ്പോൾ ഒരു mRNA-ക്കകത്ത് ധാരാളം റൈബോസോമുകൾ ഒരേ സമയം കുത്തിയിരിക്കുന്നത് നമ്മൾ കാണും എന്ന് പറഞ്ഞു. അങ്ങനെ കാണുന്നതിനാണ് പോളിസോം അഥവാ പോളിറൈബോസോം. പോളിസോം അഥവാ പോളിറൈബോസോം എങ്ങനെ പറയുന്നൊക്കെ നേരത്തെ പറയട്ടുള്ളതാണ്. ശരി, റിസൾട്ട് പോളിസോം അഥവാ പോളിറൈബോസോം. ഓക്കെ, ഇതെല്ലാം നേരത്തെ പറഞ്ഞിട്ടുള്ളത്. നമ്മൾ പറയുന്നു ribosomes are granular structures found in the cytoplasm. It is non-membrane bound structure discovered by George Palade. They are in eukaryote, it is 80S type. It has two subunits. Larger subunit is 60S, smaller subunit is 40S. എങ്ങനെ എഴുതുന്നില്ല, പുസ്തകത്തിന്റെ പടം കൊടുത്തിട്ട് കൈപോലെ കരിക്കുന്ന പടം, ആ പടം എനിക്ക് കഴിക്കുന്നുണ്ട്. ഒന്നിച്ചിരുന്നാൽ 80S, സെപ്പറേറ്റ് ചെയ്താൽ 60S, 40S ആണ്. അത് എന്താണെന്ന് പറഞ്ഞാൽ S എന്ന് വെച്ചാൽ സഡ്ബർഗ് യൂണിറ്റ് ആണ്. സഡ്ബർഗ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ അത് സെഡിമെന്റേഷൻ കോഎഫിഷ്യന്റ് കാണിക്കുന്നു. സെഡിമെന്റേഷൻ എന്ന് വെച്ചാൽ അടിയുക എന്നാണ് അർത്ഥം, സെഡിമെന്റ് ചെയ്യുക. അതെങ്ങനെയാണെന്ന് പറഞ്ഞാൽ സൈറ്റോപ്ലാസം എടുത്ത് സെന്റിഫിക്കേഷൻ നടത്തി കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഒരു സെന്റിഫിക്കേഷൻ ട്യൂബിനകത്ത് ഇങ്ങനെ അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ടെങ്കിൽ 100, 90, 80 എന്ന് അടയാളപ്പെടുത്തിയ ഒരു സ്റ്റാൻഡേർഡ് ട്യൂബ് ഉണ്ട്. അതിനകത്ത് ഒന്നിച്ചിരുന്ന 80-ലും സെപ്പറേറ്റ് ആണെങ്കിൽ 60, 40 അടിയുന്നതുകൊണ്ടാണ് ഇങ്ങനെയുള്ള വരുന്നത്. അതുപോലെ തന്നെ അത് അതിന്റെ ഡെൻസിറ്റിയും സൈസും കാണിക്കുന്നതുകൊണ്ടാണ്. പിന്നെ ഒന്നും കൂടുതൽ റൈബോസോമുകൾ ഒരു mRNA തൊട്ടിയിരിക്കും ഡ്യൂറിംഗ് പ്രോട്ടീൻ സിന്തസിസ്. അങ്ങനെ ഇരിക്കുന്ന ആ പ്രക്രിയ വിളിക്കുന്ന പേരാണ് പോളിസോം അഥവാ പോളിറൈബോസോം. അപ്പൊ ഇതെന്തുമാണ് ഈ നാല് ഉപയോഗിക്കുന്നത്? ദാറ്റ് ഈസ് mRNA അഥവാ മെസഞ്ചർ RNA. ഇത് നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. ഇത്രയെ കുറിച്ച് പഠിക്കാനാണ്. മനസ്സിലായി? നിങ്ങൾ പലയിടത്തും കണ്ട് പഠിച്ചോണേ. അതാണ് സൈറ്റോസ്കെലിറ്റൽ സ്ട്രക്ചേഴ്സ്. സൈറ്റോസ്കെലിറ്റൽ സ്ട്രക്ചേഴ്സ് അത് നമ്മുടെ സ്കെലിറ്റൽ നമുക്ക് എന്ത് ഗുണം ചെയ്യുന്നു? നമുക്ക് ഷേപ്പ്, റിജിഡിറ്റി ഒക്കെ തരുന്ന പോലെ. ഞാൻ പറഞ്ഞു, ഒരു ആനയുടെ പടം വരച്ച ഓർമ്മയുണ്ടല്ലോ, സെല്ലുകൾക്ക് വലിയ ഭാരം അനുഭവിക്കേണ്ടി വരും എന്ന് പറഞ്ഞ ഓർമ്മയുണ്ടോ? ആന അതിന് ഇവിടെ ഒരു സെല്ല് എ, ഇവിടെ ഒരു സെല്ല് ബി. ഞാൻ മനസ്സിലാക്കി ഓർമ്മയുണ്ട്, ഇപ്പൊ മനസ്സിലായി അല്ലേ? എയ്ക്കകത്ത് അനുഭവപ്പെടുന്ന മർദ്ദം എന്ന് വെച്ചാൽ അന്തരീക്ഷമർദ്ദം മാത്രമേ ഉള്ളൂ. ബിയിൽ അനുഭവപ്പെടുന്ന മർദ്ദം ഈ ആനയുടെ ഭാരവും പ്ലസ് അന്തരീക്ഷമർദ്ദമാണ്. അതുകൊണ്ട് ഈ സെല്ലുകളൊക്കെ നശിക്കുന്ന സാധ്യതയുണ്ടെന്ന് പറയുന്നുണ്ട് അല്ലേ? അപ്പൊ ഒരു കാര്യം, യൂക്കാരിയോട്ട് സെല്ലുകൾക്ക് എപ്പോഴും ഹൈ പ്രഷർ അനുഭവിക്കേണ്ടി വരും. മനസ്സിലായി? അതേ പ്രോകാരിയോട്ട് അങ്ങനെയല്ല. കാരണം പ്രോകാരിയോട്ടെല്ലാം തന്നെ യൂണിസെല്ലാറാണ്. യൂക്കാരിയോട്ട് സെല്ല് മൾട്ടി സെല്ലാറായാലും ഭാരം കൂടെ അനുഭവിക്കേണ്ടി വരുമ്പോൾ അവർക്കൊരു ബലം വേണം. തലയണയ്ക്കുള്ളിൽ നാലുകൾ എന്ന പോലെ, അല്ലെങ്കിൽ ഡസ്റ്ററിനുള്ളിൽ പഞ്ഞു നിറയ്ക്കുന്ന പോലെ അല്ലേ? അപ്പൊ അങ്ങനെ ചില സ്ട്രക്ചേഴ്സ് സെല്ലിന്റെ സൈറ്റോപ്ലാസത്തിൽ ഇങ്ങനെ വാരിയിട്ടിട്ടുണ്ട്. നമുക്ക് കാണാൻ വേണ്ടി പാടാണ്. ഇവ സെല്ലിന് ഷേപ്പ്, റിജിഡിറ്റി, മോട്ടിലിറ്റി ഒക്കെ കൊടുക്കും. മോട്ടിലിറ്റി എന്താ ഞാൻ പറയാം. സോ ദീസ് സ്ട്രക്ചേഴ്സ് ആർ കാൾഡ് സൈറ്റോസ്കെലിറ്റൽ സ്ട്രക്ചേഴ്സ്. ഓക്കെ, ഇപ്പൊ എന്താണ് ഡെഫിനിഷൻ പറയാം.
They are elaborate network of filamentous proteinaceous structures. They are elaborate network of filamentous proteinaceous structure. എന്നുവെച്ചാൽ ഫിലമെന്റ് പോലെയുള്ള പ്രോട്ടീൻ കൊണ്ട് നിർമ്മിച്ച ചില നെറ്റ്വർക്ക് ഓഫ് സ്ട്രക്ചേഴ്സ് ആണ്. വലക്കണ്ണിന് പോലെ വൈക്കോല് വാരിയിട്ടാണ് കിടക്കുന്നത്. സൈറ്റോപ്ലാസം നിറഞ്ഞു കിടക്കുന്ന ഒരുതരം വൈക്കോല് വാരിയിട്ട പോലെ കാണുന്ന പ്രോട്ടീൻ കൊണ്ടുള്ള ഫൈബറിനെ വിളിക്കുന്ന പേരാണ് സൈറ്റോസ്കെലറ്റൽ സ്ട്രക്ചേഴ്സ്. അതുകൊണ്ടാണ് ഈ സെല്ലുകൾ ഇങ്ങനെ ഒരു ത്രീ ഡയമെൻഷനിൽ ഇങ്ങനെ വീർത്തിരിക്കുന്നത്. സോ വിച്ച് ഹെൽപ്പ് ഫോർ മെക്കാനിക്കൽ സപ്പോർട്ട്. തലയണയ്ക്കുള്ളിൽ പഞ്ഞുന്ന പോലെ. ആൾസോ മെയിൻറ്റെയിൻ ഷേപ്പ്. അത് ഷേപ്പ് കൊടുക്കും. അതിങ്ങനെ നിറഞ്ഞിരിക്കുന്നതുകൊണ്ടാണല്ലോ തലയണയ്ക്ക് ആകൃതി കിട്ടുന്നത് അല്ലെ. അപ്പൊ തലയണയ്ക്ക് ഒരു ആകൃതിയുണ്ട്. അതെന്തുകൊണ്ടാണ്? അതിൽ പഞ്ഞിരിക്കുന്നുണ്ട്. നിങ്ങളത് തല വെച്ചാൽ അത് പൊങ്ങിയിരിക്കുന്നത് എന്തുകൊണ്ടാണ്? അത് പഞ്ഞിരിക്കുന്നുണ്ട്. അപ്പം തലയണയ്ക്കുള്ള ആകൃതിയും അതിന് റിജിഡിറ്റിയും കൊടുക്കുന്ന അതിനകത്ത് നിന്ന് പഞ്ഞിയാണ് എന്ന് പറഞ്ഞ പോലെ സെല്ലിന്റെ ഒരു ആകൃതിയും റിജിഡിറ്റിയും കൊടുക്കുന്നതിനുള്ള സൈറ്റോസ്കെലറ്റൽ സ്ട്രക്ചറാണ്. പ്ലസ് ഇറ്റ് ആൾസോ ഗിവ് മോട്ടിലിറ്റി. അതാണ് മോട്ടിലിറ്റി. അതായത് ഒരു അമീബ ഇങ്ങോട്ട് സഞ്ചരിക്കണം. അമീബ എങ്ങനെ സഞ്ചരിക്കുന്നത്? അപ്പൊ ആദ്യം അത് ഇങ്ങോട്ട് ഇങ്ങനെ നീക്കും അല്ലെ. ഇങ്ങനെ നീക്കുമ്പോഴത്തേക്കും ഈ ഭാഗം ഇങ്ങോട്ട് വരും. അപ്പൊ ഇങ്ങോട്ട് നീക്കും. ഒരു ബസ്സിനകത്തിരുന്നോണ്ട് നിങ്ങൾ സീറ്റെ പിടിച്ചതല്ലേ ബസ് നീങ്ങും? ഇല്ല. നിങ്ങൾ പുറത്തിറങ്ങി തല്ലേ ബസ് നീങ്ങുമല്ലേ. പക്ഷെ അമീബ എങ്ങനെ സഞ്ചരിക്കുന്നത്? അമീബ അതിനകത്തിരുന്നോണ്ട് തള്ളുന്നതിന് തുല്യമാണ്. എങ്ങനെയാണ്? ഈ അമീബയ്ക്ക് ഇങ്ങോട്ട് സഞ്ചരിക്കണമെങ്കിൽ ഈ ഫൈബേഴ്സ് ഉപയോഗിച്ച് ഇങ്ങോട്ട് കുത്തും. അപ്പൊ ഈ ഭാഗം അങ്ങോട്ട് നീങ്ങും. ഈ ഫൈബേഴ്സ് ഉപയോഗിച്ച് അങ്ങോട്ട് തള്ളും. ഈ ഭാഗം അങ്ങോട്ട് നീങ്ങുന്നതനുസരിച്ച് സ്വാഭാവികമായിട്ടുള്ള അകത്തോട് വലിയ അങ്ങനെ നീങ്ങേണ്ടി പറ്റുള്ളൂ. അപ്പൊ അകത്തിരുന്ന് തള്ളി നീങ്ങാണ് കാണിക്കാൻ സാധിക്കുന്നത്. അതായത് അമീബയുടെ കപടപാദങ്ങൾ അങ്ങോട്ട് നീങ്ങണമെങ്കിൽ, സൂഡോപോഡി അങ്ങോട്ട് നീങ്ങണമെങ്കിൽ അതിനകത്ത് നിന്നൊരു മസിൽ സെല്ലൊന്നും ഇല്ലല്ലോ. അതിനകത്തിരുന്ന് ഈ ഫൈബേഴ്സ് അങ്ങോട്ട് കുത്തി കൊടുക്കും. അപ്പൊ അങ്ങോട്ട് നീങ്ങിപ്പോകും. സ്വാഭാവികമായിട്ടും ഈ ഭാഗം അകത്തോട്ട് വലിയ. ഇങ്ങനെയൊക്കെയാണ് ശരിക്കുന്നത്. അതാണ് ഹെൽപ്പ് ഫോർ ലോക്കോമോഷൻ എന്ന് പറയുന്നത്. ആൾസോ ഇറ്റ് ഈസ് ഹെൽപ്പ് ഫോർ ലോക്കോമോഷൻ, കോൺട്രാക്ഷൻ, എക്സ്പാൻഷൻ, മസിൽ സെൽ. These cytoskeletal structures give mechanical support, also maintain shape, also help for motility. ഇനി ഇത്തരം ഫൈബേഴ്സിന് 3 തരത്തിലുണ്ട്. അതെന്താണ് അല്പം ഡീറ്റെയിൽ പറയുന്നത് കേട്ടോ. These proteinaceous fibers are of 3 types. ഒന്ന് microtubules. Microtubules ആണ് ചെറിയ കുഴലുകൾ പോലെ. മൈക്രോഫൈബേഴ്സ് അത് കട്ടിയുള്ളത് പൊള്ളയായിരിക്കും. മറ്റൊന്ന് ഇന്റർമീഡിയറ്റ് ഫൈബേഴ്സ്. ഇങ്ങനെ 3 തരത്തിലുണ്ട്. സൈറ്റോസ്കെലറ്റൽ സ്ട്രക്ചേഴ്സ് എന്ന് പറഞ്ഞാൽ പ്രോട്ടീനേഷ്യസ് ഫൈബേഴ്സ് 3 തരത്തിലുണ്ട്. ചിലത് നേർത്ത കുഴലുകളായിരിക്കും, ചിലത് കട്ടിയുള്ള നാരുകളായിരിക്കും, ചിലത് രണ്ടും കൂടെ ഇടയ്ക്കിട്ട് കുറേക്കൂടെ നീളമുള്ള ഫൈബേഴ്സ്. എല്ലാം നിർമ്മിച്ചിരിക്കുന്ന ഓരോരോ പ്രോട്ടീൻ കൊണ്ടാണ്. ആ പ്രോട്ടീന്റെ പേര് ഞാൻ പറയുകയാണ്, പഠിക്കാൻ പുസ്തകത്തിലില്ല. മൈക്രോ ഫിലമെന്റ്സ്. മൈക്രോ ഫൈബേഴ്സ് അല്ല, ഫിലമെന്റ്സ്. മൈക്രോ ഫിലമെന്റ്സ്, മൈക്രോട്യൂബിൾസ് ആണ് ഇന്റർമീഡിയറ്റ് ഫൈബേഴ്സ്. അങ്ങനെയാണ്. The microfilaments are made up of a protein called actin. Actin കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. Microtubules are made up of a protein called tubulin. Tubulin. പുസ്തകത്തിലില്ല, എൻട്രൻസ് വേണ്ടി പഠിച്ചാൽ മതി. ഇന്റർമീഡിയറ്റ് ഫൈബേഴ്സ് ആർ മേഡ് അപ്പ് ഓഫ് ഒന്ന് ഡെസ്മിൻ, വെമിറ്റിൻ, കെരാറ്റിൻ. കെരാറ്റിൻ നിങ്ങളുടെ മുടിയൊക്കെ നിർമ്മിച്ചിരിക്കുന്ന വസ്തു കെരാറ്റിൻ. ഇതൊക്കെയാണ് അവരുടെ നിർമ്മാണ വസ്തു. ഇത് പഠിക്കാനില്ല കേട്ടോ, ബാക്കി പഠിക്കാം. ഞാൻ പറഞ്ഞില്ല. അപ്പോ സൈറ്റോസ്കെലറ്റൽ സ്ട്രക്ചറിനെ കുറിച്ച് മനസ്സിലായില്ല. They are certain proteinaceous network of tubules found scattered in the cytoplasm which give mechanical support and maintain shape, also rigidity, also helping for locomotion. There are 3 types of cytoskeletal structures such as microtubules, microfilaments and intermediate fibers. Microtubules are made up of tubulin protein, microfilaments are made up of actin protein, and intermediate fibers are made up of desmin, vimentin and keratin. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഓക്കെ, ഇത്ര മനസ്സിലായില്ല? ഓക്കെ, ഇനി അടുത്തറിയാം ഡിസ്കാർഡ് സീലിയ ആൻഡ് ഫ്ലജല്ല. സീലിയ ഫ്ലജല്ല ലോക്കോമോട്ടീവ് ഓർഗൻസ് ആണ് അല്ലേ? ഫ്ലജല്ല ആരുടെയാണ്? ലോക്കോമോട്ടീവ് ഓർഗൻ. ക്ലാമഡോമോണസ് നീളമുള്ളത്. സീലിയ ആരുടെയാണ്?
പാരമീസിയം. സീലിയ ഫ്ലജല്ല വ്യത്യാസം പറയാമോ? ഞാൻ പറഞ്ഞിട്ടുള്ളത് നിങ്ങളോട് സീലിയ എപ്പോഴും എന്തായിരിക്കും? സ്മാൾ ആയിരിക്കും, ആൾസോ ന്യൂമറസ് ആയിരിക്കും, ആൾസോ ഹെൽപ്പ് ഫോർ മൂവ്മെന്റ് പ്ലസ് മേക്കിംഗ് movement in the surrounding fluid plus food capture. ഇത്ര കാര്യമില്ലേ? സീരിയ ഇത്രയും കാണും. ചെറുതായിരിക്കും, ന്യൂമറസ് ആയിരിക്കും, ഹെൽപ്പ് ഫോർ മൂവ്മെന്റ് ചലിക്കാൻ സഹായിക്കും. പക്ഷേ എങ്ങനെ ചലിക്കുന്നത്? ഒന്ന് സ്വയം ചലിക്കാൻ, പിന്നെ വെള്ളത്തിൽ കിടക്കുന്നത് വെള്ളത്തിൽ ചെറിയ ഓളങ്ങൾ ഉണ്ടാക്കാൻ സഹായിക്കും. അതുപോലെ ഭക്ഷണം പിടിക്കാൻ സഹായിക്കും. ഇത് പാരമീസിയം പഠിപ്പിച്ചു ഞാൻ പറഞ്ഞ പാരമീസിയം ഇങ്ങനെയാണ് ഭക്ഷണം സമ്പാദിക്കുന്നത്. ഈ ഫ്ലജല്ലയുടെ കാര്യം നോക്കൂ, ലിമിറ്റഡ് ആയിരിക്കും, അത് ഒരുപാടൊന്നും കാണത്തില്ല. അതിന് ഹെൽപ്പ് ഫോർ ലോക്കോമോഷൻ. പിന്നെ ഒരു കാര്യമുണ്ട്, ഈ സീരിയയിൽ ചലനമുണ്ട്. സീരിയ എപ്പോഴും ചലിക്കുന്നത് ഇങ്ങനെയായിരിക്കും ചലനം. ഒരു സെല്ലാണെങ്കിൽ ഇങ്ങനെ, അതായത് നമ്മൾ കൈയായിട്ട് നമുക്ക് ഇങ്ങനെ 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 തൊഴ, റോവിങ് മൂവ്മെന്റ് ആണ്. തുഴയാൻ മാത്രം സാധിക്കും. പക്ഷേ ഫ്ലജല്ലയ്ക്ക് റോവിംഗും ഉണ്ട്, പ്ലസ് ട്വിൽ, TWIR ട്വിൽ. ഈ ഫ്ലജല്ല ഉപയോഗിച്ച് ഇങ്ങനെ റോവ് ചെയ്യാനും കഴിയും. ഇങ്ങനെ ഇങ്ങനെ ചുഴഞ്ഞു പോകാൻ കഴിയും. രണ്ട് തരം മനസ്സിലാവില്ല. വേണമെങ്കിൽ ചാർട്ട് ഉണ്ടാക്കി പഠിച്ചോളൂ, അത്ര ഇമ്പോർട്ടൻ്റ് ഒന്നും അല്ല. പക്ഷെ എന്താ സാധനം ചോദിച്ചത്? ഈ മസ്റ്റ് നോ ഡിഫറൻസ് ബിറ്റ്വീൻ സീരിയ ആൻഡ് ഫ്ലജല്ല. അതറിഞ്ഞിരിക്കണം. എന്താണ് മിനിമം? സീലിയ ധാരാളം കാണും, ഫ്ലജല്ല കുറച്ച് കാണും. സീലിയ ചെറുതാണ്, ഫ്ലജല്ല വലുതാണ്. സീലിയ ഹെൽപ്പ് ഫോർ ലോക്കോമോഷൻ, ആൾസോ ഫോർ ഫുഡ് ക്യാപ്ചറിംഗ്. ഫ്ലജല്ല ഹെൽപ്പ് ഫോർ ഓൺലി ലോക്കോമോഷൻ. അത്രയും മനസ്സിലായി. ഇനി സീലിയ ഫ്ലജല്ലേക്ക് പോകാം. സീലിയ ആണെങ്കിലും ഫ്ലജല്ല ആണെങ്കിലും രണ്ടിനും ബേസിക് ബോഡിയാണ്. പിന്നെ പഠിച്ചാണ് ഹുക്ക്, പിന്നെ ഫിലമെന്റ്. അത് രണ്ടിനും കാണും. ഫിലമെന്റ് നീളമുള്ളതാകുമ്പോൾ അത് ഫ്ലജല്ല ആവും, ഫിലമെന്റ് ചെറുതാണെങ്കിൽ സീലിയ ആവും. അതൊക്കെ ഒന്ന് പഠിച്ചിട്ടുള്ളതാണല്ലേ. ഇനി നമുക്ക് ഇതിന്റെ ക്രോസ് സെക്ഷൻ ആണ് പഠിക്കുന്നത്. അതാണ് വായിക്കാതെ ഫ്ലജല്ല ആയിക്കോട്ടെ, സീലിയ ആയിക്കോട്ടെ. ഞാനിപ്പോ വരയ്ക്കാം. ഫ്ലജല്ല, സീലിയ ചെറുതായിട്ട് രണ്ടാണെങ്കിൽ ഇത്ര ഭാഗങ്ങൾ എടുക്കുക. ഇതിന്റെ ഇത്ര ഭാഗങ്ങൾ രണ്ടും ഇങ്ങനെ മുറിച്ച രണ്ട് കഷ്ണം ഒരു വരി. നിങ്ങള് പിന്നെ റോസ ചെടി വളരെ വലുതാണെങ്കിലും ചെറുതാണെങ്കിലും ഇത് രണ്ട് മുറിച്ചൊന്നും ഇരിക്കും. അതുപോലെ ഇത് വലുതായി കഴിക്കണം. ഇത് വലുതായി വരച്ചാൽ ഇറ്റ് വിൽ ബി കവറിംഗ് എ പ്ലാസ്മ മെംബ്രെയിൻ. കവറിംഗ് പ്ലാസ്മ മെംബ്രെയിൻ. Both the ciliary flagella is covered with a membrane called plasma membrane, and there is a chamber inside. It is called axone. ഇതിനകത്തുള്ള ചേമ്പർ പേരാണ് ആക്സോണി. അപ്പൊ നിങ്ങൾ ഞാൻ ഇങ്ങനെ വരച്ചുകൊണ്ടെങ്കിൽ മനസ്സിലാക്കാൻ ശ്രമിച്ചോളാം, സങ്കല്പിച്ചോ. ഞാൻ ഇങ്ങനെ വരയ്ക്കുന്നു, കുസൃതി പാടാണ്. ഇത് അകത്തോട്ട് കയറി കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് 9 ഡബിളറ്റ് ഫൈബറുകളാണ്. ഫൈബേഴ്സ് ഡബിളറ്റ്. ഡബിളറ്റ് ഫൈബർ 9 ഞാൻ ഇങ്ങനെ വരച്ചോളൂ. പക്ഷെ ഇങ്ങനെ ഫൈബർ സിംഗിളറ്റ് ഒരെണ്ണം ഒട്ടിയിരിക്കും. ഡബിളറ്റ് ഫൈബർ രണ്ട് ഈർക്കിൽ ചേർത്താണ്. അതിങ്ങനെ 9 ഇങ്ങനെ വെച്ചിട്ടുണ്ട്. പെരിഫറൽ ഡബിളറ്റ് ഫൈബർ. ഞാൻ താഴ്ത്തു പോകും കേട്ടോ. നമ്മളത് മനസ്സങ്കല്പിച്ചാണ് മൊത്തം വരയ്ക്കുന്നത്. പുസ്തകത്തിന്റെ പടമായതുകൊണ്ടാണ് ഇങ്ങനെ വരയ്ക്കുന്നത്. ഇതാണ് പെരിഫറൽ ഡബിളറ്റ് ഫൈബേഴ്സ്. ഇതൊക്കെയാണ് പെരിഫറൽ ഡബിളറ്റ് ഫൈബേഴ്സ്. ഞാൻ ഇതൊന്ന് വാങ്ങിക്കാം. ഇപ്പൊ ഹെഡിങ് വേണ്ട. പെരിഫറൽ ഡബിളറ്റ് ഫൈബേഴ്സ് രണ്ടെണ്ണം താഴോട്ടുണ്ട് കേട്ടോ. സിമെന്റ് തോട് കുറുകെ കുറിച്ച് കമ്പിയല്ല കാണത്തുള്ളൂ. കമ്പി താഴോട്ടുള്ളതുകൊണ്ടല്ലേ ഇങ്ങനെ കാണും. അതാണ് മെസ്സേജ്. ഇനി നടുക്കായിട്ട് രണ്ടെണ്ണമാണ്. അതൊക്കെ സിംഗ്ലറ്റ് ഫൈബേഴ്സ് ആണ്. സിംഗ്ലറ്റ് ഫൈബേഴ്സ് ഇത് എത്രണ്ണമുണ്ട്? 9. എത്രണ്ണമുണ്ട്? 2. അതുകൊണ്ട് 9+2 അറേഞ്ച് ചെയ്തെന്നാണ് വിളിക്കുന്നത്. ഒന്ന് സീലിയൻ ഫ്ലജല്ലാറിനെ 9+2 അറേഞ്ച് ചെയ്തിട്ട് അതാണ് 9 ഡബിളറ്റ് ഫൈബേഴ്സ് അറ്റ് പെരിഫറി ആൻഡ് 2 സെൻട്രൽ സിംഗ്ലറ്റ് ഫൈബേഴ്സ്. സെൻട്രൽ. ഇനി
ഇത് നടുക രണ്ട് ഷീറ്റുകളാണ്. സെൻട്രൽ ഷീറ്റ്, രണ്ട് സെൻട്രൽ ഷീറ്റുകളാണ്. ഓക്കെ, ഇനി ഇവ നമ്മൾ കണക്ട് ചെയ്യുന്ന ഒരു ബ്രിഡ്ജുകളാണ്. ഇതിനാണ് ഇന്റർ ഡബിളറ്റ് ബ്രിഡ്ജ്. ഇന്റർ ഡബിളറ്റ് ബ്രിഡ്ജ്, കാരണം ഈ ഡബിളറ്റ് ബ്രിഡ്ജിനെ ഡബിളറ്റ് ഫൈബേഴ്സിനെ കണക്ട് ചെയ്യുന്ന ബ്രിഡ്ജാണ് ഇന്റർ ഡബിളറ്റ് ബ്രിഡ്ജ്. അതുപോലെ ബ്രിഡ്ജ് ചെയ്ത് നമുക്ക് കണക്ട് ചെയ്യാം. അപ്പൊ എന്ത് വിളിക്കാം നമുക്ക്? ഇത് കാർഡ് ഇന്റർ സിംഗ്ലറ്റ് ബ്രിഡ്ജ്, ഇന്റർ സിംഗ്ലറ്റ് ബ്രിഡ്ജ്, ഇന്റർ ഡബിളറ്റ് ബ്രിഡ്ജും ഇന്റർ സിംഗ്ലറ്റ് ബ്രിഡ്ജും. ഇനി ഇതിൽ നിന്ന് ഇതിനകത്തോട്ട്, അതായത് ഈ ഡബിളറ്റ് ഫൈബറിൽ നിന്ന് ഈ സെൻട്രൽ ഷീറ്റിലേക്ക് ഇങ്ങനെ ഓരോരോ സ്പോക്കുകൾ പോകാം. സ്പോക്ക് they are called radial spokes. റേഡിയൽ സ്പോക്ക്. ഇത് സ്പോക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിപ്പോ ഈ കാറിന്റെ ഒക്കെ പരസ്യത്തിനകത്ത് ഇങ്ങനെ കൊടുത്തിരുന്നു ടയർ കൊടുത്തെന്ന് പറയും ഇതോ ഇത് അലോയ് വീൽ, ഇത് അലോയ് വീൽ എന്ന് പറയും. എന്നിട്ട് ഇതിനകത്ത് ഇങ്ങനെ ഇങ്ങനെ ഓരോ വര വീലാണ് വിത്ത് 9 സ്പോക്ക്. അലോയ് വീലിനകത്ത് ഇങ്ങനെ ഇങ്ങനെ വരകളാണ്. ഇത് സൈക്കിളിന്റെ കമ്പി, സൈക്കിളിന്റെ ടയറിനകത്ത് കമ്പിയില്ല, ഓരോ കമ്പി ഒരു സ്പോക്ക് എന്നാണ് വിളിക്കുന്നത്. അപ്പൊ ഇതാണ് സ്പോക്ക്. ഇങ്ങനെ പോകുന്നത് റേഡിയൽ സ്പോക്ക് എന്ന് പറയും. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ റേഡിയൽ സ്പോക്ക് ഒരു സ്ഥലത്ത് മാത്രമേ ഈ സെൻട്രൽ ഷീറ്റ് തൊട്ടിരിക്കട്ടോ. ഇവിടെ തന്നെ തൊട്ടിരിക്കും. അപ്പൊ എത്ര റേഡിയൽ സ്പോക്ക് കാണും? 9 കാണും. 9 റേഡിയൽ സ്പോക്ക് കാണും. ഇതാണ് എന്റെ സ്ട്രക്ചർ. പിന്നെ പറയുന്നു both ciliary and flagellus covered with the plasma membrane. A chamber inside it is called axoneme. Inside axoneme there is 9 peripheral doublet fibers are seen around the peripheral side, arranged as a round structure. Then there are 2 central sheath, and inside it there are 2 singlet fibers. Hence this is called 9+2 arrangement. There are bridges connecting between 2 doublet fibers called inter-doublet bridge, and connected with a single bridge is called inter singlet bridge. And there are 9 radial spoke. ഈ റേഡിയൽ സ്പോക്ക് എന്താ പറയുമ്പോൾ ഇത് അങ്ങോട്ട് ഇത് ആട്ടാൻ. ഇപ്പൊ ഈ ഫിലമെന്റ് ഈ ഫ്ലജൽ ഇങ്ങനെ ഇരിക്കണം. അപ്പൊ ഇങ്ങോട്ട് ആടണമെങ്കിൽ ഈ റേഡിയൽ സ്പോക്കുകൾ അങ്ങോട്ട് വരിക. അപ്പൊ ഫ്ലജൽ ഇങ്ങോട്ടാണ്. അപ്പൊ മറ്റൊരു അങ്ങോട്ട് പിടിക്കുമ്പോൾ അങ്ങോട്ടാണ്. അങ്ങനെ അങ്ങോട്ട് ഇങ്ങോട്ട് ആട്ടാനാണ് ഈ റേഡിയൽ സ്പോക്ക്. നിങ്ങൾ ഈ ഉത്സവത്തിനൊക്കെ കുതിര എടുക്കുന്നുണ്ടല്ലേ, വലിയ കുതിര, എടുപ്പ് കുതിരകൾ ഇല്ലേ, ഇങ്ങനെയുള്ള കുതിരകളുണ്ടല്ലേ, വലിയ വലിയ അമ്പലങ്ങളൊക്കെ എടുക്കുന്നത്. അപ്പൊ ഇതിനകത്ത് ഞാൻ വഴി കെട്ടി ഇങ്ങനെ പിടിച്ചേക്കും ആൾക്കാർ. അങ്ങോട്ട് ചെറിയ ഇങ്ങോട്ട് പിടിക്കും. അപ്പൊ ഇങ്ങോട്ട് കഴിഞ്ഞാൽ അവർ അങ്ങോട്ട് പിടിക്കും. തമിഴ്നാട്ടിലെ താരം പാവനായിട്ട് കാണുന്നത് അതുപോലെയാണ്. ഈ സ്പോക്കുകൾ അങ്ങോട്ട് ഇങ്ങോട്ട് സെൻട്രൽ ഷീറ്റിൽ പിടിച്ച് വലിച്ചാണ് ഇത് അങ്ങോട്ട് ആട്ടുന്നത്. അപ്പൊ പഠിക്കേണ്ട ദിവസം പറയുന്നത്. സോ ദാറ്റ്സ് ഇനഫ്. ഇത് സാധാരണ പരീക്ഷ ചോദിച്ച് കാണാറില്ല. പക്ഷേ എൻട്രൻസിൽ കിടന്ന് കുത്തി മറിയാവുന്ന ഏരിയയാണ്. കണ്ടതെല്ലാം ചോദിക്കാം. 9+2 അറേഞ്ച് ചെയ്യും. പിന്നീട് പുസ്തകത്തിൽ ഇങ്ങനെ കുറെ എണ്ണം പഠിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ കാര്യമൊന്നുമില്ല, അത് ജസ്റ്റ് മനസ്സിലാക്കി വെച്ചിരുന്നാൽ ചെറിയ ചെറിയ പൈക്കോസ് ഇത് ഇതുപോലെ വരച്ച് പഠിക്കാം. ഓക്കെ, ഇത് ആരുടെ സ്ട്രക്ചറാണ്? സീലിലേക്കും ഫ്ലജലിലേക്കും സെയിം ആണ്. ഓക്കെ, സെയിം സ്ട്രക്ചറാണ്. ഓക്കെ, ഇത് ഇങ്ങനെ ഇതെടുക്കുവാണെങ്കിൽ ഇതെല്ലാം ഇങ്ങനെ നാട്ടിൽ പോകേ. ഓർത്തോ, നല്ല ഇങ്ങനെ പോകാം. നമുക്ക് വായിക്കണ്ട, സോദര പഠനമുണ്ടല്ലോ. അടുത്തത് സെൻട്രോസോം അഥവാ സെൻട്രിയോൾ. ഇതും ഒരു നോൺ മെംബ്രെയിൻ ബൗണ്ട് സ്ട്രക്ചറാണ് കേട്ടോ. ഓർക്കണം, ഇവിടുത്തെ നേരം നോൺ മെംബ്രെയിൻ ബൗണ്ടഡ് ഒരെണ്ണേ പഠിച്ചോളൂ. ഏതാണ്? റൈബോസം. ഒന്നുകൂടെ ഉണ്ട്. ഇറ്റ് ഈസ് ആൾസോ എ നോൺ മെംബ്രെയിൻ ബൗണ്ട് സ്ട്രക്ചർ. ഏതാണ്? സെൻട്രോസോം അഥവാ സെൻട്രിയോൾ ഈസ് ആൾസോ എ നോൺ മെംബ്രെയിൻ ബൗണ്ട് സ്ട്രക്ചർ. ഓക്കെ, അത് വളരെ ഇമ്പോർട്ടന്റ് കേട്ടോളൂ. They are non-membrane bound organelle
and cylindrical structure found near the nucleus called centriole. അതായത് ഒരു അനിമൽ സെൽ എടുത്താൽ പ്ലാന്റ് സെൽ ഇല്ലാതെ അനിമൽ സെൽ എടുത്താൽ ന്യൂക്ലിയസ് അടുത്തായിട്ട് ഇങ്ങനെ കാണുന്ന സ്ട്രക്ചർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സെൻട്രോസോം അഥവാ സെൻട്രിയോൾ. അതിനകത്ത് ഇങ്ങനെ 1-2 സ്ട്രക്ചേഴ്സ് ഇങ്ങനെ വിറക് കെട്ടി വെച്ചിരുന്നു. വിറക് ഇങ്ങനെ കെട്ടി വെക്കില്ല, അങ്ങനെ 2 കെട്ടുകൾ ഇങ്ങനെ പരസ്പരം T ഷേപ്പിൽ വെച്ച് അതിനിരിക്കും. എന്നിട്ട് അതിനെ മൊത്തത്തിൽ സൈറ്റ് ഓഫ് ഒരു പ്രോട്ടീൻ സ്ട്രക്ചർ കൊണ്ട് പൊതിഞ്ഞു വെച്ചേക്കും. അതിനെയാണ് വിളിക്കുന്ന പേരാണ് ഇത് സെൻട്രോസോം അഥവാ സെൻട്രിയോൾ. അപ്പൊ നിങ്ങൾ ഒരു 3-4 ഈർക്കിൽ കൂട്ടി കെട്ടുക, ഒരു ചെറിയ വള്ളിയിട്ട് ചെറിയ ഒരു തീപ്പെട്ടി എടുത്തിട്ട് അതിന്റെ ഒരു 10 തീപ്പെട്ടി എടുത്ത് കൂട്ടി കെട്ടുക. അങ്ങനെ 2 കെട്ടുണ്ടാക്കി 2 കെട്ടും എടുത്തിട്ട് ഈ പശയ്ക്കകത്തോട്ട് ഇടുക. ഒരു കെട്ട് ഇങ്ങനെ ഇട്ടു, ഒരു കെട്ട് ഇങ്ങനെ ഇട്ടു. ഇതാണ് സെൻട്രോസോം. അപ്പൊ ഇത് ഈ ഒരു കെട്ടിനെയാണ് നമ്മൾ സെൻട്രിയോൾ. ഒരു കെട്ട് സെൻട്രിയോൾ. അപ്പൊ ഒരു സെൻട്രോസോം എത്ര സെൻട്രിയോൾ ഉണ്ട്? 2 സെൻട്രിയോൾ. അപ്പൊ ഈ പശ എന്തോ പശ സെൻട്രോസ്ഫിയർ എന്നാണ് വിളിക്കുന്നത്. പശ സെൻട്രോസ്ഫിയറും തീപ്പെട്ടിക്കോലിന്റെ കെട്ടുകൾ സെൻട്രിയോളുമാണെങ്കിൽ മൊത്തത്തിൽ ഇതിന് സെൻട്രോസോം. സെൻട്രോസോം എന്ന് വെച്ചാൽ ബോഡി. അപ്പൊ ഈ സെൻട്രോസോം കണ്ടെയ്ൻസ് സെൻട്രോസ്ഫിയർ ആൻഡ് സെൻട്രിയോൾസ്. Centrosphere is a proteinaceous covering and centrioles are the tubular structures. 2 കാണും. അത് T ഷേപ്പ്, 2 പരസ്പരം പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും കിടക്കും. ഇതാണ് സ്ട്രക്ചർ. കേട്ടോളൂ. ഇനി the centrioles are covered by amorphous pericentriolar material. Amorphous എന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം പോലെയുള്ള, വെള്ളം പോലെ. ഇന്നിപ്പോ ഫെവിക്കോൾ പശ പിന്നെ പാല് പോലെ ആയിരിക്കും. അതേസമയം നിങ്ങൾ വേറെ കളറില്ലാത്തൊരു പശ എടുക്കുകയാണെങ്കിൽ അതെങ്ങനെ ഇരിക്കും? അതാണ് ശരിക്കും പറഞ്ഞത്. കളറില്ലാത്തൊരു പശ എന്താണെന്ന് വെച്ചോളൂ. ഫെവിക്കോളിന് വെള്ള കളറാണ്. നിറമില്ലാത്തൊരു പശ, വെള്ളം പോലെ ഒരു പശ. സാധാരണ ഓഫീസിലൊക്കെ ഉപയോഗിക്കുന്ന പശയുണ്ട്, ക്യാമലിന്റെ. അത് വെള്ളം പോലെ, വെള്ളത്തിന് നിറമാണ്, പക്ഷെ കട്ടിയുള്ളത്. അങ്ങനെ ഒരു കട്ടിയുള്ള ഒരു ദ്രാവകത്തിനകത്ത് കിടക്കുന്ന 2 സെൻട്രിയോൾ. ആ കട്ടിയുള്ള ദ്രാവത്തെ നമ്മൾ വിളിക്കുകയാണ് സെൻട്രോസ്ഫിയർ. ആ സെൻട്രിയോളും 2 മനസ്സിലായത്. ഇതാണ് സ്ട്രക്ചർ. ബോത്ത് ആർ പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ. 2 പരസ്പരം പെർപെൻഡിക്കുലർ. അതായത് T ഷേപ്പ്. ഒന്ന് ഇങ്ങനെയാണെങ്കിൽ. ഇനി ഇത് ഓരോന്നിനെ കുറിച്ചും പറയാൻ പോകാം. ഇത് ഒരെണ്ണത്തിന് ഞാൻ പുറത്തേക്ക് വിടുന്നത് അതിങ്ങനെയാണ്. ഒരു വീൽ പോലെ തോന്നില്ലേ? കാർട്ട് വീൽ. ഇറ്റ്സ് എ സെൻട്രൽ അപ്പിയർ ജസ്റ്റ് ലൈക്ക് എ കാർട്ട് വീൽ എന്നാണ് പുസ്തകത്തിൽ പറയുന്നത് അല്ലേ. സോ both are just like a cart wheel and there are 9 peripheral fibers, double edge fibers. അത് പറയണം. These ഇതെല്ലാം ട്യൂബിൾസ് ആണ്. ഇതെല്ലാം ട്യൂബിൾ എന്ന് പറയുന്ന പ്രോട്ടീൻ കൊണ്ട് നിർമ്മിച്ച ട്യൂബ്യൂൾസ് ആണ് അടുക്കി വെച്ചിരിക്കുന്നത്. ഓക്കെ, ഇത് എങ്ങനെയാണെന്ന് പറയാം. ഇനി അതിന് നേരെ എടുത്തു വെച്ചാൽ ഒന്നുകൂടെ പറയുന്നു. Centrosome and centriole are certain amorphous colloidal non-membrane structure found near the nucleus of the animal cell, not present in plant cell. It contains 2 centrioles along with a covering called centrosphere. Each centriole is appear like a cart wheel. It is made up of microfibers made up of tubulin. In fibers and structure are there. They are triplet fibers. Triplet fiber. എത്ര ഉണ്ടത്? 1, 2, 3. മറ്റൊരു ഡബിളറ്റ് ആയിരുന്നു. ഇതോടെ ട്രിപ്ലറ്റ് ആണ്. ഇത് ട്രിപ്ലറ്റ് ഫൈബർ. അങ്ങനെയുള്ള 9 എണ്ണങ്ങളാണ്. അപ്പൊ 1, 2, 3, 4, 5, 6, 7, 8, 9. ഇങ്ങനെ ട്രിപ്ലറ്റ് ഫൈബേഴ്സ് ഇങ്ങനെ 9 അടിക്കും. ഒൻപത് പലക എടുത്ത് കടപ്പുറത്ത് കൊണ്ട് ഇങ്ങനെ കുത്തി വട്ടത്തിൽ വെച്ചുകൂടെ? നിങ്ങൾക്ക് 9 പലക കടപ്പുറത്ത് കൊണ്ട് വട്ടത്തിൽ കുത്തി വെച്ചുകൂടെ? അപ്പൊ ഓരോ ട്രിപ്പിൾ ഫൈബേഴ്സ് ആണ്. എല്ലാം ട്രിപ്പിൾ ഫൈബേഴ്സ് ആണ്. അടുക്ക് കണ്ടിരിക്കും. അതിന് ഹബ് എന്നാണ്. ഹബ്. സോ ഈച്ച് centriole is made up of 9 triplet fibers arranged in a circular fashion with a central cavity called hub. ഇനി ഇവരുടെ ഒരു കണക്ഷൻ ആണ്. ഇവയ്ക്ക് തമ്മിൽ റേഡിയൽ സ്പോക്ക് കൊണ്ട്, സോറി, ഇന്റർ ഡബിൾ ബ്രിഡ്ജ് കൊണ്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ റേഡിയൽ സ്പോക്ക് ഇത് ഇങ്ങനെയാണ്. ഇത് ഇങ്ങനെ, അടുത്തത് ഇങ്ങനെ, അടുത്തത് ഇങ്ങനെ.
അടുത്തത് ഇങ്ങനെ, അടുത്തത് ഇങ്ങനെ. ഏറ്റവും പുറത്തുള്ളത് തൊട്ടടുത്തതിന്റെ അകത്തുള്ളതാണ്. അപ്പോ പടം പുസ്തകമില്ല, ഞാൻ പറഞ്ഞു മനസ്സിലായി. ഇതാണ് എന്റെ കണക്ഷൻ. ഇനി ഒരു കാര്യം പറയട്ടെ, ഇത് രണ്ട് നമ്മളുടെ ആംഗിൾ എത്ര ഡിഗ്രി എന്നെ ശ്രദ്ധിച്ച് ചോദിച്ചു പറയാം. ഈ ആംഗിൾ എത്ര ഡിഗ്രി ആയിരിക്കും? ഒരിക്കൽ ചോദിച്ചാൽ വാട്ട് ഇസ് ദ ഡിഗ്രി ഓഫ് ആംഗിൾ ബിറ്റ്വീൻ ടു ട്രിപ്പിൾ ഫൈബേഴ്സ്? ഇവിടെ മൊത്തം 360 ഡിഗ്രി അല്ലേ? അത് 9 ഇല്ലേ? 360 ഡിവൈഡ് ബൈ 9 എത്ര ആയിരിക്കും? 40 അല്ലേ? സോ ദ ഡിഗ്രി ഡിഫറൻസ് ഈസ് 40 ഡിഗ്രി ആയിരിക്കും ഇതിന്റെ ചരിവ്. 40 ഡിഗ്രി ചരിച്ചിട്ട് ഒട്ടാകത്തില്ലേ അല്ലേ? ഇതാണ് എന്റെ സ്ട്രക്ചർ. കുട്ടി പറയണം ഇത്രയൊക്കെ പോലെ. ഇനി ഒരു കാര്യം, വാട്ട് ഈസ് എ ഫംഗ്ഷൻ ഓഫ് സെൻട്രിയോൾ? സെൻട്രിയോൾ അഥവാ സെൻട്രോൾ ഒരു ഫംഗ്ഷൻ പഠിക്കണം. ഒന്ന്, ഇറ്റ് ബിക്കം സ്പിൻഡിൽ ഫൈബേഴ്സ് to become spindle apparatus. In the spindle fibers and become spindle apparatus during cell division in animal cell. അതാണ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. സെൽ ഡിവിഷൻ നടക്കുമ്പോൾ ക്രോമസോമിന്റെ മധ്യത്തിൽ നീക്കും. അപ്പൊ അതിനെ അങ്ങോട്ടും കൊണ്ടുവന്ന ഫൈബേഴ്സ് ആണ്, അതിനോടാണ് സ്പിൻഡിൽ ഫൈബർ. അടുത്ത ചാപ്റ്ററാണ് നമുക്ക് പഠിക്കുന്നത്. ഓക്കെ, അപ്പൊ ഒരു ഫംഗ്ഷൻ എന്താണ്? ഇറ്റ് ബിക്കം ദ സ്പിൻഡിൽ ഫൈബർ ആൻഡ് സ്പിൻഡിൽ apparatus during cell division. Okay, and it become the basal body of cilia and flagella. It become the basal body of cilia and flagella. രണ്ടാമത്തെ ഫംഗ്ഷൻ. ഒന്നാമത്തെ ഫംഗ്ഷൻ ഇതാണ്, രണ്ടാമത്തെ ഫംഗ്ഷൻ ഇതാണ്. അപ്പൊ എന്തോ ഒരു സംശയം നിങ്ങൾക്ക്. ഞാൻ നേരത്തെ പറയുന്നത് അനിമൽ സെൽ മാത്രമേ ഉള്ളൂ അല്ലേ? ഓക്കെ, അത് സംഭവിച്ചു. സീലിയ ഫ്ലജല്ലയുടെ ബേസൽ ബോഡി ആകും, അതും സംഭവിച്ചു. ബാക്ടീരിയക്ക് സീലിയ ഫ്ലജല്ല ഉണ്ട്, ബാക്ടീരിയക്ക് ഫ്ലജല്ല ഉണ്ടല്ലേ? അപ്പൊ അതിന്റെ ബേസൽ ബോഡി ആയിട്ട് വരാൻ സാധ്യത ഉണ്ടോ? വരാം, കാരണം നോൺ മെംബ്രെയിൻ ബൗണ്ട് അല്ലേ, ബാക്ടീരിയ വരാൻ അല്ലേ? അപ്പൊ ബാക്ടീരിയയിലും ഫ്ലജല്ലയുടെ ബേസൽ ബോഡി ആയിട്ട് ഇത് വേണമെങ്കിൽ വരാം. പക്ഷെ അതിനെക്കുറിച്ച് പുസ്തകത്തിൽ പറഞ്ഞില്ല, അത് വിട്ടേക്കും. പക്ഷെ പ്ലാന്റിൽ തന്നെയുള്ള ബേസൽ ബോഡിയുള്ള ഫ്ലജല്ല ഉണ്ടല്ലോ, അതാരാണ്? ക്ലാമിഡോമോണസ്. ക്ലാമിഡോമോണസിന് ഫ്ലജല്ല ഉണ്ട്, സോ ആയിട്ട് ബേസൽ ബോഡി കാണുമല്ലോ. പക്ഷെ ഞാൻ എന്ത് പറഞ്ഞു? പ്ലാന്റിനകത്ത് ഇതില്ലാന്ന് പറഞ്ഞു. സെൻട്രോസോം ഈസ് പ്രസന്റ് ഓൺലി ഇൻ അനിമൽ സെൽ. അപ്പൊ നമ്മൾ കറക്റ്റ് ചെയ്യണം. എന്താണ്? ഇറ്റ് ഈസ് പ്രസന്റ് ഇൻ അനിമൽ സെൽ പ്ലസ് ഫ്ലജല്ലേറ്റ് പ്ലാന്റ് സെൽ. അങ്ങനെ തിരുത്താണ്. സെൻട്രോസൊക്കെ ചോദിക്കും ഫ്ലജല്ലേറ്റ് പ്ലാന്റ് സെല്ലിൽ കൊണ്ട് കേട്ടോ. അപ്പൊ അതിന് എക്സാമ്പിൾ ആണ് ക്ലാമിഡോമോണസ്. അപ്പൊ ഫംഗ്ഷൻ ഓഫ് എക്സ്ട്രാ വന്നല്ലോ. എന്താണ് ഫംഗ്ഷൻ? ഒന്ന്, ഇറ്റ് ബിക്കം സ്പിൻഡിൽ ഫൈബേഴ്സ് ആൻഡ് സ്പിൻഡിൽ apparatus during cell division in animal cell. അപ്പൊ പ്ലാന്റ് സെൽ ഇടുന്ന നിങ്ങൾ ചോദിക്കും, അന്നേരം ഞാൻ പറഞ്ഞുതരാം. Then it becomes the basal body of cilia and flagella. So it is also found in, it is present in animal cell along with the flagellated plant cell like Chlamydomonas. Point അല്ലേ? എൻട്രൻസ് ഒക്കെ ചോദിച്ചേക്കാം. ഓക്കെ, അപ്പം ഏകദേശം അത്ര വരെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ന്യൂക്ലിയസ് ആണ്, അത് പഠിക്കും. ഓക്കെ, ഇനി നമുക്ക് പുതിയൊരു ഓർഗനെ കുറിച്ച് പഠിക്കാം. അതിന്റെ പേര് ന്യൂക്ലിയസ് ആണ്. ന്യൂക്ലിയസ് ഒരു ഓർഗനിലാണ്. ഇത് ഏറ്റവും വലിയ ഓർഗനാണ്. ദിസ് ദ ലാർജസ്റ്റ് ഓർഗൻ, ന്യൂക്ലിയസ്. ന്യൂക്ലിയസ് വേറെ പേരുണ്ട്, കാരിയോൺ എന്ന പേരുണ്ട്. കാരിയോൺ, അതുകൊണ്ടാണ് നമ്മൾ യൂകാരിയോട്ട് പ്രോകാരിയോട്ട് എന്ന് ഉപയോഗിക്കുന്നത്. 1831 റോബർട്ട് ബ്രൗൺ എന്ന സയന്റിസ്റ്റ് ആണ് ഇത് കണ്ടുപിടിച്ചത്. സോ റോബർട്ട് ബ്രൗൺ എന്ന സയന്റിസ്റ്റ് 1931 ഈ ന്യൂക്ലിയസിനെ കണ്ടുപിടിക്കുന്നത്. അത് കഴിഞ്ഞ ശേഷം തൊട്ട് പിന്നാലെ തന്നെ ന്യൂക്ലിയസ് അത് കൂടുതൽ പഠനത്തിൽ ഫ്ലെമിംഗ് എന്നൊരു സയന്റിസ്റ്റ്, അദ്ദേഹം ക്രൊമാറ്റിൻ ന്യൂക്ലിയസിനകത്തുണ്ടെന്ന് കണ്ടുപിടിച്ചു. എന്താ ക്രൊമാറ്റിൻ ഞാൻ പറയാം. അപ്പൊ 1831 റോബർട്ട് ബ്രൗൺ ആണ് ന്യൂക്ലിയസ് കണ്ടുപിടിക്കുന്നത്. ഫ്ലെമിംഗ് എന്ന സയന്റിസ്റ്റ് ആണ് ന്യൂക്ലിയസിനകത്ത് ക്രൊമാറ്റിൻ എന്നൊരു കണികയുണ്ട്, കണികയല്ല ഒരു വസ്തു, DNA ആണ്, DNA ഉണ്ടെന്ന് കണ്ടുപിടിക്കും. ക്രൊമാറ്റിൻ എന്ന DNA. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബാക്ടീരിയയുടെ DNA നമ്മൾ DNA തന്നെ വിളിക്കുമ്പോൾ ഇവിടെ DNA അത് പ്രോട്ടീൻ കൂടി ഉള്ളതുകൊണ്ടാണ് നമ്മൾ ക്രൊമാറ്റിൻ എന്നും പിന്നീട് അത് ക്രോമസോം എന്നൊക്കെ വിളിക്കുന്നത്. അത് കണ്ടുപിടിച്ച് അദ്ദേഹം. ഇനി
എപ്പോഴാണ് ന്യൂക്ലിയസ് കാണാൻ കഴിയുക? നിങ്ങൾ സെല്ലെടുത്ത് എപ്പോഴും നോക്കിയാൽ ന്യൂക്ലിയസ് കാണും. കാരണം സെൽ രണ്ട് ഘട്ടങ്ങളാണ്. ഒന്നുകിൽ ഒരു സെൽ ഇങ്ങനെ ഇരിക്കുകയായിരിക്കും, ഇത്രയും വേണം നോക്കുമ്പോൾ സെൽ ഇങ്ങനെ ആയിരിക്കുന്നത്, ക്രോമസോമുകൾ ഇങ്ങനെ ഡിവൈഡ് ചെയ്യുന്ന അവസ്ഥയിലായിരിക്കും. പിന്നെ ഈ സെൽ രണ്ട് സെല്ലായിട്ട് മൂവ് ചെയ്യുന്നത്. അപ്പൊ ഇത് ഡിവിഷൻ സമയമാണ്. ഡിവിഷൻ ഇത് അതിന് മുമ്പുള്ള അവസ്ഥ, ഇത് ഡിവിഷൻ ശേഷമുള്ള അവസ്ഥ. അപ്പൊ ഇതിന് നമ്മൾ ഇന്റർഫേസ് എന്നാണ് വിളിക്കുന്നത്. അത് കഴിഞ്ഞാൽ വീണ്ടും ഡിവിഷൻ എന്ത് ചെയ്യുമ്പോൾ അപ്പൊ ഡിവിഷൻ വീണ്ടും ഇന്റർഫേസ് അങ്ങനെ പോകും. അപ്പൊ നമ്മൾ എപ്പോഴാണ് ന്യൂക്ലിയസിനെ ശരിക്കും കാണുക? ഡിവിഷൻ സമയത്ത് ന്യൂക്ലിയസ് ഇല്ല, ഇന്റർഫേസിൽ മാത്രമേ നമുക്ക് ന്യൂക്ലിയസിനെ കാണാൻ കഴിയത്തുള്ളൂ. ഡിവിഷൻ സമയത്ത് ന്യൂക്ലിയസ് ആണ് ഡിസിന്റഗ്രേറ്റ് ചെയ്തു. സോ വി ക്യാൻ സ്റ്റഡി ന്യൂക്ലിയസ് ഡ്യൂറിംഗ് ദ ഇന്റർഫേസ് സ്റ്റേജ് അല്ലെ. ഈ സമയത്താണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ന്യൂക്ലിയസിനകത്ത് എലാബറേറ്റ് ആയിട്ട് മറ്റൊരു സ്ട്രക്ചറുടെ കാണാം. ഇതിനകത്ത് ന്യൂക്ലിയസ് അകത്തോട്ട് ധാരാളം എലാബറേറ്റ് ഒരു പിന്നീട് പല സ്ട്രക്ചേഴ്സ് കാണാം. ഒന്ന് ഒരു ന്യൂക്ലിയോലസ്, ഇങ്ങനെയൊക്കെ ഉള്ള സ്ട്രക്ചർ കാണാം. അപ്പൊ നമുക്കൊരു ന്യൂക്ലിയസ് ഒരു സെല്ല് വലുതാക്കി വരയ്ക്കാം. ഓക്കെ, ഇത് ഓർക്കുക. റോബർട്ട് ന്യൂക്ലിയസ് കണ്ടുപിടിക്കുന്നു. ക്രൊമാറ്റിൻ എന്ന ഒരു DNA കണികകളെ കണ്ടുപിടിക്കുന്നത് ഫ്ലെമിംഗ് എന്ന സയന്റിസ്റ്റാണ്. ഓക്കെ, ഇന്റർഫേസിൽ മാത്രമേ നമുക്ക് ന്യൂക്ലിയസിനെ കുറിച്ച് പഠിക്കാൻ പറ്റുള്ളൂ എന്നും പറഞ്ഞു. അപ്പോൾ ഒരു അനിമൽ സെല്ലാണ് ന്യൂക്ലിയസ്. ഇനി പ്ലാന്റ് സെല്ലാണെങ്കിലോ ന്യൂക്ലിയസിന് വശത്തായിരിക്കണം. അതിന്റെ കാരണം എന്താ? വലിയൊരു വായ്ക്കളുണ്ട്, 90% വലിയൊരു വായ്ക്കൾ പ്ലാന്റ് സെല്ലുള്ളത് ന്യൂക്ലിയസ് വശത്തായിരിക്കും. ഞാൻ ന്യൂക്ലിയസ് പുറത്തേക്ക് എടുക്കും. ന്യൂക്ലിയസ് പുറത്തേക്ക് എടുത്താൽ ജസ്റ്റ് ലൈക്ക് എ ബോൾ, പന്ത് പോലെ ആയിരിക്കും. ന്യൂക്ലിയസ് പന്ത് പോലെ ആയിരിക്കും. നമ്മളതിനെ കീറണം, എന്നാലേ അതിനകത്ത് എന്തൊക്കെ ഉണ്ട്. ഞാൻ കീറുകയാണെങ്കിൽ is the largest organelle having two membranes. രണ്ട് മെംബ്രെയിനാണ്. അതിൽ ഈ രണ്ട് മെംബ്രെയിനെ നമ്മൾ ഔട്ടർ മെംബ്രെയിൻ എന്ന് വിളിക്കാം. ഒന്നിനെ ഔട്ടർ മെംബ്രെയിൻ, അടുത്തൊന്ന് വിളിക്കാം ഇന്നർ മെംബ്രെയിൻ. നേരത്തെ പഠിച്ചു രണ്ട് മെംബ്രെയിൻ ഉണ്ടെങ്കിൽ ഇടയ്ക്കുള്ള വരുന്നതിന് നമ്മൾ പെരി ചേർത്ത് പറയും. മൈറ്റോകോൺഡ്രിയൽ പെരി മൈറ്റോകോൺഡ്രിയൽ സ്പേസ്, പിന്നെ ക്ലോറോപ്ലാസ്റ്റ് ആണെങ്കിൽ പെരി പ്ലാസ്റ്റിഡൽ സ്പേസ്, അങ്ങനെയാണ് വിളിക്കുന്നത്. പെരി ക്ലോറോപ്ലാസ്റ്റ് സ്പേസ് എന്നല്ല, പെരി പ്ലാസ്റ്റിഡൽ സ്പേസ്. ഇനി ന്യൂക്ലിയസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് പെരി ന്യൂക്ലിയർ സ്പേസ് തന്നെ വിളിക്കാം. ഇറ്റ് ഈസ് കാൾഡ് പെരി ന്യൂക്ലിയർ സ്പേസ്. അങ്ങനെ ഇനി ചിലർക്കായിട്ട് ഈ രണ്ട് പേപ്പറുടെ ഫ്യൂസ് ചെയ്തു. നിങ്ങൾ രണ്ട് പേപ്പർ എടുത്ത് ഒരു പാറയുടെ പുറത്ത് ചുറ്റി കൊണ്ട് ആഞ്ഞിൽ അടി കൊടുക്കുകയാണെങ്കിൽ ഈ ചുറ്റി കൊണ്ട് അടി കൊടുക്കുന്നത് രണ്ടിടത്തും കൂടെ ഒന്ന് പേപ്പറിന് ക്രഷ് ഔട്ട് പോയതിനു ശേഷം ആ പേപ്പറിന്റെ ഒട്ടി അല്ലേ. അതേപോലെ ചില സ്ഥലത്തൊക്കെ തമ്മിൽ ഒട്ടിക്കും. അങ്ങനെയുള്ള ഒട്ടിയ സ്ഥലത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ചില ദ്വാരങ്ങൾ കാണാം. ഇവിടെ ഒട്ടിപ്പോയി. അത് ഈ ന്യൂക്ലിയസ് ആണ് കാണാൻ ദ്വാരങ്ങൾ കാണാം. വിളിക്കാണ് ന്യൂക്ലിയർ പോർ. ന്യൂക്ലിയർ പോർ. ഈ ന്യൂക്ലിയസിന്റെ മെംബ്രെയിനെ നമ്മൾ ന്യൂക്ലിയർ മെംബ്രെയിൻ, ഔട്ടർ മെംബ്രെയിൻ, ഇന്നർ മെംബ്രെയിൻ എന്ന് വിളിക്കുന്നുണ്ട്. വേറെ പേരുണ്ട്. ന്യൂക്ലിയർ മെംബ്രെയിൻ വിളിക്കുന്ന പോലെ പേരുണ്ട്. കാരിയോതീക്ക എന്ന് പേരുണ്ട്. ന്യൂക്ലിയസിന്റെ മെംബ്രെയിൻ ന്യൂക്ലിയർ മെംബ്രെയിൻ കാരിയോതീക്ക എന്ന് വിളിക്കുന്നുണ്ട്. ന്യൂക്ലിയർ മെംബ്രെയിൻ അഥവാ കാരിയോതീക്ക. ഇനി അപ്പർ പ്രവേശിക്കുന്ന ഫ്ലൂയിഡാണ്, ലാബറേറ്ററി ലിക്വിഡ്. അതിന് വിളിക്കുന്ന പേരാണ് ന്യൂക്ലിയോപ്ലാസം. It's also called as matrix. ന്യൂക്ലിയസിന്റെ മാട്രിക്സ് ആണ് വിളിക്കുകയാണ് ന്യൂക്ലിയോപ്ലാസം. ഒരു പേരുടെ ഉണ്ട് കാരിയോ ലിംഫ് എന്ന് വിളിക്കാം. കാരിയോ ലിംഫ്, കാരിയോതീക്ക, കാരിയോ ലിംഫ് അല്ലെ. അല്ലെങ്കിൽ ഒരു പേരുണ്ട് കാരിയോപ്ലാസം, അങ്ങനെ വിളിക്കും. ഒരുപാട് പേരുകളുണ്ട്. ഇങ്ങനെ പല പേരുകളുണ്ട്. ഒന്നെണ്ണം പഠിച്ചാൽ മതി. ഇനി ന്യൂക്ലിയർ മെംബ്രെയിന്റെ പുറത്ത് നിന്ന് ആണ് ഔട്ടർ മെംബ്രെയിൻ ആണ് ഇങ്ങനെയുള്ള എക്സ്റ്റൻഷൻസ് ആണ്. അതെന്തായിരിക്കും പഠിച്ചിട്ടുണ്ടല്ലോ. എന്താണ് ER? എൻഡോപ്ലാസം റെറ്റിക്കുലം, ER. ഓക്കെ, എത്ര പോയിന്റ് പഠിച്ചു? ന്യൂക്ലിയസ് ഒരു ലാർജസ്റ്റ് ഓർഗനലാണ്. ഇത് അനിമൽ സെല്ലിന് മധ്യത്തിലും പ്ലാന്റ് സെല്ലിന് വശത്തോട്ടും കാണപ്പെടും.
രണ്ട് മെമ്പറൈൻ, ഔട്ടർ മെമ്പറൈൻ, ഇന്നർ മെമ്പറൈൻ, അല്ലെങ്കിൽ ന്യൂക്ലിയർ മെമ്പറൈൻ എന്ന് വിളിക്കും, മറ്റു പേര് കാരിയോ തീക്ക. ഇന്നർ മെമ്പറൈൻ ഔട്ടർ മെമ്പറൈൻ ഇടയ്ക്കുള്ള സ്പേസിനെ പെരി ന്യൂക്ലിയർ സ്പേസ് എന്ന് വിളിക്കും. ചിലയിടത്തായിട്ട് ഈ രണ്ട് മെമ്പറൈൻ തമ്മിൽ ഫ്യൂസ് ചെയ്ത് പോകും, അതിനൊക്കെയാണ് ന്യൂക്ലിയർ കോർ. പിന്നെ ന്യൂക്ലിയസിന്റെ ഔട്ടർ മെമ്പറൈനിൽ നിന്നും പുറത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് കാണപ്പെടാവുന്ന ഒരു ഓർഗനലാണ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. ഇതിനകത്ത് ഫ്ലൂയിഡ് ഉണ്ടെന്ന് പറയും. അതിനകത്ത് തന്നെ വേറെ സ്ട്രക്ചറാണ് ന്യൂക്ലിയോലസ്. ന്യൂക്ലിയോലസ് is made up of RNA and protein. Nucleus is made up of RNA and protein. പഠിച്ചോ. ഇതിനകത്ത് നേരത്തെ ധാരാളമായിട്ടുള്ള എക്സ്റ്റെൻഡഡ് ഫൈബേഴ്സ് പോലെ കാണും. ഇതിനുള്ളിൽ ക്രോമാറ്റിൻ. ക്രോമാറ്റിൻ എന്ന് പറയും. ഇത് ഉദ്ദേശിക്കുന്നത് DNA പ്രോട്ടീനുമാണ്. DNA പ്രോട്ടീനുകളാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇതെല്ലാം പോയിന്റ്. Water chromatin, there are certain elongated strands seem to be extended in the nucleoplasm. Nucleoplasm scattered കാണപ്പെടുന്ന ചില DNA സ്ട്രാൻഡുകളെ എഴുതിയ പേരാണ് ക്രോമാറ്റിൻ. പക്ഷെ അത് DNA മാത്രമല്ല, അതെന്തുണ്ട്, പ്രോട്ടീൻ കൂടിയുണ്ട്, DNA പ്രോട്ടീൻ. ഈ പ്രോട്ടീൻ ഏതാണെന്ന് പറയാം. ഈ ക്രോമാറ്റിൻ പറയുന്നത് ബേസിക് പ്രോട്ടീൻ എന്ന് പറയുന്നത് ഹിസ്റ്റോൺ എന്ന പ്രോട്ടീനാണ്. അപ്പൊ DNA പറയുന്നത് ബേസിക് പ്രോട്ടീൻ വരുന്നതാണ് ഹിസ്റ്റോൺ. ഇത്ര ഓക്കെ. ഇനി പുസ്തകത്തിലെ പോയിന്റ് ഞാൻ പറയാം. ഇന്റർഫേസ് സമയത്താണ് ന്യൂക്ലിയസ് കാണപ്പെടുക. ഇറ്റ് കണ്ടെയ്ൻ എക്സ്റ്റൻഡ് ഇലാബറേറ്റഡ് ന്യൂക്ലിയോപ്ലാസം ആൻഡ് സർട്ടൻ ഫൈബേഴ്സ് കാൾഡ് ക്രോമാറ്റിൻ. Nucleoplasm is called a nuclear matrix. Then there is one spherical body called nucleolus. ചിലപ്പോൾ ഒന്നായിരിക്കും, ചിലപ്പോൾ രണ്ടെണ്ണം കണ്ടെന്നിരിക്കും. ചിലപ്പോൾ ഒന്ന് കാണിക്കും, ചിലപ്പോൾ രണ്ട് സ്ഫെറിക്കൽ ബോഡീസ് ആണ് called nucleolus. Nucleolus made up of RNA and protein. ഈ ഓർക്കണം, nucleolus is also a non-membrane bound structure. ന്യൂക്ലിയസ് എങ്ങനെ ഒരു മെമ്പറൈൻ വരച്ചെങ്കിൽ അതെന്ത് തന്നെയാണ്, നോൺ മെമ്പറൈൻ ബൗണ്ട് ആണ്. അപ്പൊ നമ്മൾ നോൺ മെമ്പറൈൻ ബൗണ്ട് മൂന്ന് കാര്യങ്ങൾ പഠിച്ചു. ഒന്ന് റൈബോസോം, മറ്റൊന്ന് സെൻട്രോസോം, ഇപ്പോൾ ന്യൂക്ലിയോലസ്. ഇത് മൂന്ന് തന്നെ നോൺ മെമ്പറൈൻ ബൗണ്ട് സ്ട്രക്ചറാണ്. ഇനി ഈ രണ്ട് മെമ്പറൈൻ തമ്മിലുള്ള ഡിസ്റ്റൻസ്, പെരി ന്യൂക്ലിയർ സ്പേസ് എന്ന് പറയുന്ന ഡിസ്റ്റൻസ് പറയുന്നുണ്ട്. 10 മുതൽ 50 എണ്ണമായിരിക്കും. 10 to 50 എണ്ണമായിരിക്കും സ്പേസ്. എൻട്രൻസ് പോയിന്റ് ആണ്. പെരി ന്യൂക്ലിയർ സ്പേസിന്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 10 മുതൽ 50 എണ്ണമായിരിക്കും. Outer membrane is attached with the endoplasmic reticulum. Nuclear membrane fuses at some point to form a pore called nuclear pore. ഇതിൽ കൂടെ, ഈ ന്യൂക്ലിയർ പോറിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പല വസ്തുക്കൾ ഒഴുകും. ബൈ ഡയറക്ഷൻ ഫ്ലോ ആണ്. എന്തൊക്കെയായിരിക്കും ഒഴുകുക? ഇതിനകത്തുണ്ടാകുന്ന വസ്തുക്കൾ പുറത്തേക്ക് പോകും. ഇതെന്തോ സൈറ്റോപ്ലാസം. ഇവിടെ വസ്തുക്കൾ അകത്തേക്ക് പോകും. അങ്ങോട്ടും ഇങ്ങോട്ടും ഒഴുകുന്ന വസ്തുക്കൾ ഒന്ന് RNA. കാരണം ഇതിനകത്ത് DNA ഉണ്ടെങ്കിൽ അതിന് RNA ഉണ്ടാകുമല്ലോ, അത് പുറത്തേക്ക് വരും. റൈബോസോം പുറത്തേക്ക് അകത്തേക്ക് പോകും. കാരണം പറയുമോ, ഇയാളാണ് റൈബോസോമിനെ ഉണ്ടാക്കുന്നത്. ഓർക്കുക, വാട്ട് ഇസ് ദ ഫംഗ്ഷൻ ഓഫ് ന്യൂക്ലിയോലസ്? ഇറ്റ് ഈസ് എ ബയോസിന്തസിസ് ഓഫ് റൈബോസോം. ന്യൂക്ലിയോലസിന്റെ ഫംഗ്ഷൻ എന്താണ്? ബയോസിന്തസിസ് ഓഫ് റൈബോസോം. അപ്പൊ റൈബോസോമിന്റെ അച്ഛനാണ് ന്യൂക്ലിയോലസ്. അതാണ് റൈബോസോമിനെ ഉണ്ടാകുന്നത്. ഇതിനകത്തുണ്ടാകുന്ന റൈബോസോം പുറത്തേക്ക് വേണം, ഇതിലൂടെ ഒഴിവാക്കാം അല്ലെ, അങ്ങനെ പുറത്തേക്ക് വന്നു. അതുപോലെ തന്നെ പ്രോട്ടീൻ ഇത് അങ്ങോട്ട് ഇങ്ങോട്ട് ഒഴുകും. പിന്നെ ന്യൂക്ലിയർ പ്ലാസും സൈറ്റോപ്ലാസും കണക്ട് ചെയ്തല്ലേ, അങ്ങോട്ട് വസ്തു കൈമാറുകയും ചെയ്യും അല്ലെ. അപ്പോൾ അതുകൂടെ ഓർക്കുക. ഇറ്റ് വിൽ അലോ ദ ബൈ ഡയറക്ഷൻ ഫ്ലോ ഓഫ് പ്രോട്ടീൻ, റൈബോസോം, RNA എക്സെട്ര. ഇതെല്ലാം അങ്ങോട്ട് ഇങ്ങോട്ട് ഒഴുകും. മനസ്സിലായല്ലോ? ഇത്രയും പോയിന്റ് പഠിക്കുന്നുള്ളൂ. സോ ന്യൂക്ലിയസ് ഈസ് എ largest organelle, 2 membrane bounded ആണ്. There are certain openings and perinuclear space is there 10 to 15 mm. ER may be attached to the outer membrane of nucleus. There is one or two round bodies called nucleolus. It is made up of RNA and protein. So function is biosynthesis of ribosome. പരീക്ഷയോടെ ചോദിച്ചേക്കാം, എപ്പോഴും ന്യൂക്ലിയോസിന്റെ അടുത്ത് റൈബോസം ആണ്, എന്തുകൊണ്ടാണ്? അവർ ന്യൂക്ലിയോസിൽ നിന്നാണ് റൈബോസം ഉണ്ടാകുന്നത്. Then there is certain extended fiber-like structure made up of DNA and protein called chromatin, and it's containing the protein named histone. Then the nuclear core allows the bidirectional flow of RNA, ribosome and protein. ഇനി എല്ലാ സെല്ലും ന്യൂക്ലിയസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. ന്യൂക്ലിയസ് ഇല്ലാത്ത സെല്ലുകളുണ്ട്. ഒന്ന് RBC ഓഫ് മാമൽസ്. ന്യൂക്ലിയസ് ഇല്ല, പക്ഷെ ഓർക്കണം, ക്യാമലിനും ലാമയ്ക്കും RBCക്ക് ന്യൂക്ലിയസ് ഉണ്ട്. ക്യാമലാണെങ്കിലും ഒട്ടകത്തിനും ലാമ, അതൊരു മൃഗമാണ് ലാമ, അതിനകത്ത് RBCക്ക് ന്യൂക്ലിയസ് ഉണ്ട്. എന്നാൽ ഒട്ടുമിക്ക സസ്തങ്ങളുടെയും RBCക്ക് ന്യൂക്ലിയസ് ഉണ്ട്. മറ്റൊന്നാണ് സീവ് ട്യൂബ് സെൽ.
C2 സെൽ ന്യൂക്ലിയസ് ഇല്ല. പക്ഷെ ലിവിംഗ് ആണ്, അത് ഓർക്കണം. ലിവിംഗ് സെല്ലിൽ വിത്തൗട്ട് ന്യൂക്ലിയസ് ആണ്. അതുപോലെ ഒന്നുകൂടെ രണ്ട് പ്രോകാരിയോട്സ്. ഈ മൂന്നെണ്ണത്തിന് എന്തില്ല, ന്യൂക്ലിയസ് ഇല്ല, പക്ഷേ ലിവിംഗ്. അത് പഠിച്ചോ. ഇനി ഓക്കെ ആണത് വരച്ചെടുത്തോളം ഇതിന് പടം പുസ്തകത്തിലില്ല, പക്ഷെ വരച്ച് പഠിച്ചോ. ഇനി ഇതൊക്കെ വായിക്കാം. ഈ ക്രോമാറ്റിൻ ഞാൻ ഇവിടെ മാറ്റി വെച്ചു. ക്രോമാറ്റിൻ ഇവിടെ മാറ്റി വെച്ചു. സെൽ ഡിവിഷൻ സമയമാകുമ്പോൾ ഈ ക്രോമാറ്റിൻ ഇങ്ങനെ നിരട്ടിക്കും. ഇങ്ങനെ നിരട്ടിക്കും. സെൽ ഡിവിഷൻ സമയമാകുമ്പോൾ ഈ ക്രോമാറ്റിൻ നിരട്ടിക്കും. എന്നിട്ട് ചുരുണ്ട് ഇങ്ങനെ കഴിക്കും. ചുരുണ്ട് വരുന്നുണ്ട്. എന്നിട്ട് ഇതിന് പ്രോട്ടീൻ കൊണ്ടാണ് പോയി. അപ്പൊ ഇത് ക്രോമാറ്റിനാണ്. ഇപ്പൊ ഇതിന്റെ പേര് ക്രോമസോം എന്നാണ്. So what's the difference between chromatin and chromosome? Chromatin is a single-stranded DNA. A chromosome has a condensation with two double-stranded DNA. അല്ലെങ്കിൽ രണ്ട് DNA ആണ്. ഇതൊരു സിംഗിൾ DNA ആണ്, പക്ഷേ ഇത് ഡബിൾ രണ്ട് DNA ആണ്. So this is a condensed form of chromatin. Condensed rod-shaped structure is called chromosome. So chromatinന്റെ condensed rod-shaped structure ആണ് chromosome. So how chromatin become chromosome? By condensing and become a rod-shaped structure called chromosome. So cell division സമയത്ത് chromosomes എല്ലാത്തും കാണുന്നത് മനസ്സിലായല്ലോ. So when we can observe chromosome in a cell during cell division, all other time we can see chromatin. അപ്പോൾ ഈ ക്രോമോസോമിന് എന്ത് സംഭവിക്കുന്നു? ഇത് ക്രോമോസോം എഴുതാൻ കഴിക്കുന്നു. ഈ ക്രോമോസോം എഴുതാൻ കഴിച്ചാൽ ഇതാണ്. ഇത് കണ്ടോ, ഒരു പോയിന്റ് ചേർന്നിരിക്കുക. ഇത് വിളിക്കണം സെൻട്രോമിയർ. സെൻട്രോമിയർ ഒരു ക്രോമസോമിൽ രണ്ട് ഈക്വൽ ഹാഫ് ഉണ്ട്. ഇത് ഹാഫ്, ഇത് മറ്റൊരു ഹാഫ്. ഈ ഹാഫിന് വേണ്ടിയാണ് ക്രോമാറ്റിഡ്. ക്രോമാറ്റിഡ് എത്രണ്ണമുണ്ട്? രണ്ടെണ്ണം ഉണ്ട്. ഇതൊരു ക്രോമാറ്റിഡ്, ഇത് മറ്റൊരു ക്രോമാറ്റിഡ്. Each chromosome has two equal half is called chromatid. And the centromere is a place where chromatids are attached to other. ഈ ക്രോമാറ്റിഡ് തമ്മിൽ ചേരുന്ന പോയിന്റ് വിളിക്കുകയാണ് സെൻട്രോമിയർ. ക്രോമാറ്റിഡ് is a half of chromosome. അല്ലെങ്കിൽ each chromosome has two equal half. It is called chromatid, and the point at which chromatid join together is called centromere. ഈ സെൻട്രോമിയറിന്റെ തൊട്ട് മുകളിലോ താഴെയോ രണ്ട് ഡിസ്ക് ഷേപ്ഡ് സ്ട്രക്ചർ കാണും. Is called kinetochore. വിളിക്കാണ് കൈനറ്റോകോർ. എത്രണ്ണമുണ്ട്? രണ്ടെണ്ണം. സെൻട്രൽ എത്രണ്ണുണ്ട്? സെൻട്രൽ എന്നുണ്ട്, പക്ഷെ രണ്ട് കൈനറ്റോകോറുകളാണ്. എന്താ കൈനറ്റോകോർ ഫംഗ്ഷൻ അറിയാമോ? അതായത് ഈ സെൽ ഡിവിഷൻ സമയത്ത് ഈ സ്പിൻഡിൽ ഫൈബർ വന്ന് ഇവിടാണ് ഒട്ടുന്നത്. എന്നിട്ട് അങ്ങോട്ടോട്ട് വലിച്ച് മാറ്റാനാണ്. പശുവിന്റെ പുറത്ത് കയറ് കെട്ടാൻ പറഞ്ഞാൽ ഇവിടെ കൊണ്ട് കെട്ടും. കാലിലാണോ കയ്യിലാണോ? കഴുത്തിലല്ലേ. അതിനുവേണ്ടി കഴുത്ത് കെട്ട ഒരു ഹുക്കൊക്കെ കാണും. അതുപോലെയാണ് kinetochore. So what is a kinetochore? It is a disc-shaped structure found just near the centromere. Its function is a place where spindle fibers are attached during cell division. Cell division സമയത്ത് spindle fiber ഒട്ടാനുള്ള സ്ഥലമാണ്. ഓരോ കാര്യങ്ങൾ തീരുമാനിക്കുമ്പോഴും അതിനൊരു സ്ഥലം കുറയ്ക്കണം. കാർ വാങ്ങിച്ചു ഒരു കാർ, ഈ കാറിനകത്ത് പഞ്ചറായി കഴിഞ്ഞാൽ ജാക്കി വെക്കേണ്ട സ്ഥലമുണ്ടല്ലോ, തറയിൽ നിന്ന് ഉയർത്താൻ വേണ്ടിയിട്ട്. അത് എവിടെ വെക്കാം? അത് വെക്കാത്ത സ്ഥലം ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ടാവും. അവിടെ തന്നെ നിങ്ങൾ ജാക്കി ഇങ്ങനെ വെച്ച് ഉയർത്തിയാൽ കാർ പോകും. അല്ല ഇവിടെ വേണം കൊണ്ട് വെച്ച് നോക്കിയാൽ ഇവിടെ പൊളിഞ്ഞു പോകും. അപ്പൊ ഒരു സ്പേസ് ആൾറെഡി അവിടെ വെച്ചിട്ടുണ്ട്. ഇവിടെ വേണം ഈ സ്പിൻഡിൽ ഫൈബർ ഒന്ന് ഒട്ടാൻ. മനസ്സിലായില്ല? അതേപോലെ പ്ലേസ് ആണ് കൈനറ്റോകോർ. സോ ഒരു ക്രോമസോം എത്ര കൈനറ്റോകോറാണ്? രണ്ടെണ്ണം. ക്രോമസോം പുസ്തകത്തിൽ പടപടെ ഇട്ടിട്ടുണ്ട്, കണ്ടില്ലേ? ഇനി ക്രോമസോം പല വ്യക്തികളുണ്ട്. അതിനെക്കുറിച്ച് നോക്കിയിട്ട് വ്യത്യാസം. ഇത് ഈ ഭാഗത്തിന് ആമെന്നാണ് പറയുന്നത്. ആം ഓഫ് ക്രോമസോം.
ഇത് രാമാണ്, ഇത് രാമാണ്. ഇതാണ് ക്രോമാറ്റിൻ. രണ്ടാമത് ഇവിടെ നോക്കിയ സെൻട്രോമിയർ അതിന്റെ മധ്യത്താണ് അല്ലേ. ഇറ്റ്സ് കോൾഡ് മെറ്റാസെൻട്രിക് ക്രോമസോം. മെറ്റാസെൻട്രിക് ക്രോമസോം. അപ്പം ഇത് രണ്ട് ഈക്വൽ ആമാണ്. ഈക്വൽ ആമാണ്. ഈ ക്രോമസോമിന്റെ മധ്യം ഇവിടെ ആയിരുന്നു അല്ലേ. അപ്പൊ മധ്യം അല്പം കൊണ്ട് മാറിയാണ് ഇവിടെ ആണ് കാണേണ്ടത്. പക്ഷെ അല്പം മാറി. ഇറ്റ്സ് കോൾഡ് സബ് മെറ്റാസെൻട്രിക്. സബ് മെറ്റാസെൻട്രിക് ക്രോമസോം ജസ്റ്റ് അവേ ഫ്രം ദ സെന്റർ അല്ലേ. ഇതാണ് മധ്യം. പക്ഷെ ഇതാണ് മധ്യം. ഇനി ഇതാണ് അറ്റമാണ്. അവിടെ ജസ്റ്റ് ഉള്ളിലോട്ട് വരുന്നത്. അപ്പൊ ഇതിനെ കാണാം അക്രോസെൻട്രിക് ക്രോമസോം. അക്രോസെൻട്രിക് ക്രോമസോം ജസ്റ്റ് അവേ ഫ്രം ദ എൻഡ്. എൻഡിൽ നിന്ന് അല്പം ഉള്ളിലോട്ട് പോകും. ഇവിടെ നോക്കി ഇത് ഷോർട്ട് ആം ആണ് അല്ലേ. ഇത് വലിയ ഇത് ലോങ് ആം. ഇത് ഷോർട്ട് ആം. അടുത്ത ചെറുതല്ലേ, ഇത് വലുത്. അപ്പൊ ഇത് ഷോർട്ട് ആം, ഇത് ലോങ് ആം. ഇവിടെ നോക്കി അറ്റത്താണ്. ഇത് അറ്റത്താണ്. ഇവിടെ ചെറിയ കുന്തും ഇങ്ങനെ ചെറുതായിട്ടുണ്ടെന്നേ ഉള്ളൂ. ഇത് അറ്റത്താണ്. കിലോസെൻട്രിക് ക്രോമസോം. കിലോസെൻട്രിക് ക്രോമസോം. ഇവിടെ എന്താണ് ലോങ് ആം. ഇവിടെ രണ്ട് ചെറിയ ഷോർട്ട് ആം ഉണ്ട്. ലോങ് ആം, ഷോർട്ട് ആം. അവിടെ ഞാൻ ഇൻസെറ്റ് ചെയ്തത് പഠിച്ചു. പരീക്ഷയ്ക്ക് സ്ഥിരം തരുന്നതാണ്. മാർക്സിന് തിരിച്ചിട്ട് ചോദിക്കും ഇത് പേര്. സിമ്പിൾ അല്ലേ. മെറ്റാസെൻട്രിക്, സബ് മെറ്റാസെൻട്രിക്, അക്രോസെൻട്രിക്, കിലോസെൻട്രിക്. ഇത് ഈക്വൽ ആണ്. ഇത് ലോങ് ആം, ഷോർട്ട് ആം. ലോങ് ആം, ഷോർട്ട് ആം. ലോങ് ആം, ഷോർട്ട് ആം. അറ്റത്താണെങ്കിൽ കിലോസെൻട്രിക്. ജസ്റ്റ് അവേ ഫ്രം ദ സെന്റർ സബ് മെറ്റാസെൻട്രിക്. ജസ്റ്റ് അവേ ഫ്രം ദ എൻഡ്. ഇതാണ് എൻഡ്. കണ്ട് അക്രോസെൻട്രിക്. ഇവയെല്ലാം പഠിച്ചോളാം. ഇനി ഇത് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഒരു ഇളുക്കം എന്ന് വെച്ചാൽ എന്താണ് കൺസ്ട്രക്ഷൻ. നിങ്ങളിപ്പോ ഒരു ഈ കുരങ്ങ് ബലൂണൊക്കെ വാങ്ങുമല്ലോ. കുരങ്ങ് പൂച്ച ബലൂൺ. അതിങ്ങനെ വാലില്ലേ. പൂച്ച ബലൂണിന് വാലുണ്ട്. ആ വാല് പിടിച്ചിട്ട് ഇടത്തോട് കടത്തോട് തിരിച്ചിട്ട് വിടുവാണെങ്കിൽ ഒരു കുഴി പോലെ വരില്ലേ. ബലൂൺ ഇങ്ങനെ ഇടത്തോട്ട് വലത്തോട്ട് തിരിച്ചിട്ട് വിട്ട ഒരു കുഴി പോലെ വരില്ലേ. ആ കുഴി വിളിക്കുന്നത് കൺസ്ട്രക്ഷൻ എന്നാണ് വിളിക്കുന്നത്. കൺസ്ട്രക്ഷൻ. RICTI പറയും. കൺസ്ട്രക്ഷൻ അല്ല, അത് നിർമ്മാണം. ഇത് കൺസ്ട്രക്ഷൻ. ചുളുക്ക് എന്ന് പറയുന്നത്. അങ്ങനെ ചിന്തിച്ചാൽ ഒരു കൺസ്ട്രക്ഷൻ അല്ലേ. അപ്പൊ എന്നെ വിളിക്കണം പ്രൈമറി കൺസ്ട്രക്ഷൻ എന്നാണ് വിളിക്കുന്നത്. അത് പഠിക്കാനില്ല, ഞാൻ പറയുക. ഓക്കെ. അതുപോലെ ഇവിടെ എന്ത് സംഭവിക്കും. ഇവിടെ ഇവിടെ ഒരു ചെറിയ കൺസ്ട്രക്ഷൻ കാണാം. രണ്ടാമത് ചെറിയ ഇടുക്കല്ലേ. അതിനെ വിളിക്കാം സെക്കൻഡറി കൺസ്ട്രക്ഷൻ. സം ക്രോമസോം may have a secondary construction. അങ്ങനെ ഉണ്ടെങ്കിൽ പുറത്ത് ഒരു ചെറിയ ഉണ്ടവരാണെന്നില്ലേ സാറ്റലൈറ്റ്. The region of chromosome just out of the secondary construction is called satellite. അങ്ങനെ വിളിച്ചു. അങ്ങനെ ഇതാണ് ക്രോമസോമിന്റെ ക്ലാസ്. ഇത് സ്ഥിരം പരീക്ഷ പ്രശ്നമാണ്. നിങ്ങളൊരു 10 പരീക്ഷ പ്രശ്നം എടുത്താൽ 8 എണ്ണത്തിന് ചോദ്യമാണ്. ഒരു വർഷം പ്രധാന പരീക്ഷയ്ക്കില്ലെങ്കിൽ ആ വർഷം മുഴുവനും ചോദിച്ചിരിക്കും. മനസ്സിലായി. ഇത് സ്ഥിരം ചോദിക്കണം. ഇത് ഭംഗിയായിട്ട് പഠിക്കാൻ ഞാൻ എല്ലാം ഇട്ട് തന്നിട്ടുണ്ട്. ഇനി ഒരു കാര്യങ്ങളുള്ളൂ, മൈക്രോ ബോഡീസ്. ഇത് വീട് പറയേണ്ട കാര്യമില്ല. മൈക്രോ ബോഡീസ് എനിക്ക് ചോദിക്കാൻ അറിയാം. ഇതിങ്ങനെ തിരിച്ചു മാസം കൊടുത്തിട്ട് പറയും ഈ ക്രോമസോമിന്റെ പേരെന്ത്, എന്ന ക്രോമസോമിന് കാണുന്ന പ്രത്യേകത എന്നാലും ചോദിക്കും. അപ്പൊ എയുടെ ക്രോമസോം പ്രത്യേകത സെക്കൻഡറി കൺസ്ട്രക്ഷൻ ഉണ്ടെന്ന് സാറ്റലൈറ്റ് ഉണ്ടെന്ന് വരും. ഇനി micro bodies.
പ്രോകാരിയോട്ടിക്സ് അതിൽ പഠിച്ചപ്പോൾ ഇൻക്ലൂഷൻ ബോഡീസ് പഠിച്ചില്ല, അതുപോലെയോ ഈ പറഞ്ഞതൊന്നും കൂടാതെ ചില കാര്യങ്ങളൊക്കെ കാണും. ഇതുപോലെ തന്നെയാണ് സൗരയൂഥത്തിൽ എത്ര ഗ്രഹങ്ങളുണ്ട്, സൂര്യനും 9 ഗ്രഹങ്ങളും അല്ലെങ്കിൽ 8 ഗ്രഹങ്ങളും അത്രേ ഉള്ളൂ. അത്രയും നിങ്ങൾ പറയും. പക്ഷെ പറയാത്ത എന്തെല്ലാം സാറ്റലൈറ്റുകളില്ലേ, ചിഹ്നഗ്രഹങ്ങളില്ലേ, മീറ്റിയേഴ്സില്ലേ, ഒരുപാടുണ്ട്, നമുക്ക് പറയുന്നില്ല. അതുപോലെ ഇടയ്ക്കിടയ്ക്ക് കൂടാതെ ആശങ്കകൾ കാണും. അതിനെ വിളിക്കുന്നതാണ് മൈക്രോ ബോഡീസ്. അത് എൻസൈം ഒക്കെ അടയ്ക്കുന്ന ചില മെംബ്രെയിൻ ബൗണ്ട് സ്ട്രക്ചേഴ്സ് ആണ്. നോക്കുക എന്താണെന്ന്, മെനി മെംബ്രെയിൻ ബൗണ്ട് മൈന്യൂട്ട് ബോഡീസ്, അത്രേ ഉള്ളൂ. സൈറ്റോപ്ലാസ്റ്റാണ് കാണുന്നത് ചെറിയ മെംബ്രെയിൻ ബൗണ്ട് മൈന്യൂട്ട് ബോഡീസ്. കാണുന്ന എൻസൈം, ചില എൻസൈമൊക്കെ അതിനകത്ത് അവയുള്ളവരാണ് മൈക്രോ ബോഡീസ്. ബോത്ത് ഇൻ അനിമൽ സെൽ ആൻഡ് പ്ലാന്റ് സെൽ. പ്ലാന്റ് സെല്ലും കാണും, അനിമൽ സെല്ലും കാണും, അത്രേ ഉള്ളൂ. പക്ഷെ പുസ്തകത്തിൽ എക്സാം പറഞ്ഞാൽ രണ്ടെണ്ണം പറഞ്ഞുതരാം. ഇതിന്റെ പേര് നെറോസിസ് ആണ്. H2O2 ഹൈഡ്രജൻ പെറോക്സൈഡ്, അതിനെ പീഡിപ്പിച്ചളയുന്ന ഞങ്ങൾക്ക് കഴിയും. അതുപോലെ തന്നെ പ്ലാന്റിനകത്ത് ഒരു പ്രത്യേക പരിപാടികളുടെ പേരാണ് ഓട്ടോ റെസ്പിറേഷൻ. ഓട്ടോ റെസ്പിറേഷന്റെ പരിപാടി പ്ലാന്റിലുണ്ട്, അതിനകത്ത് ഇയാൾക്ക് പമ്പ് നമ്മൾ പിന്നെ പഠിക്കും. മറ്റൊന്നാണ് ഗ്ലൈയോക്സിസം. ഗ്ലൈയോക്സിലേറ്റ് സൈക്കിൾ എന്ന സൈക്കിളാണ് കാര്യം, അതിനകത്ത് ഇയാളെ പങ്കെടുക്കാറുണ്ട്. ഇത് രണ്ടു നല്ല എൻട്രൻസ് കൊടുത്താൽ മതി, പരീക്ഷ വയ്ക്കത്തില്ല, ശ്രദ്ധിക്കില്ല. സോ ദീസ് ആർ ദ എൻഡ് ഓഫ് ദ ചാപ്റ്റർ. ഈ ചാപ്റ്റർ എൻഡ് ചെയ്തിട്ടാണ്. അപ്പോൾ ഇതിന്റെ ടെസ്റ്റ് എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് എഴുതേണ്ടതുണ്ട്. ആദ്യം നന്നായിട്ട് പഠിക്കുക, എന്ത് ഡൗട്ടുണ്ടെങ്കിൽ ചോദിക്കുക, പഠനങ്ങളെല്ലാം പഠിക്കുക, എല്ലാം കറക്റ്റായിട്ട് ചെയ്യുക. ഓക്കെ.